أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه ألم يعن للذين آمنوا أن تخشع قلوبهم لذكر الله وما نزل من الحق ولا يكونوا كالذين أوتوا الكتاب من قبل وطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون يعلموا أن الله يحيي الأرض بعد موتها قد بينا لكم الآيات لعلكم تعقلون بين الله عز وجل أحمد الله مصليا مسلما على أحمد والآل والأصحاب من للآل آل واعلموا أمة سيدنا محمد صنفان من أمتي صلح الناس كلهم وإذا فسد الناس كلهم العلماء والأمراء قال رسول الله. ബഹുമാന്യ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും. 57 സൂറ 16-17 ആയത്താണ് ഇപ്പോൾ ഞാൻ ഓതിയത്. അതിൽ 16-ാമത്തെ ആയത്തിൽ മുസ്ലിങ്ങളുടെ അധപ്പതനത്തെ സംബന്ധിച്ചാണ് അള്ളാഹു പറയുന്നത്. അർത്ഥം ഇപ്രകാരമാണ്: സത്യവിശ്വാസികൾക്ക് ഇനിയും സമയമായിട്ടില്ലേ? അവർ അള്ളാഹുവിനെയും അള്ളാഹുവിൽ നിന്ന് അവതരിച്ചതിനെയും ഓർത്തുകൊണ്ട് ഹൃദയം ഭയഭക്തിയാകുന്നതിനും അവർക്ക് മുമ്പുള്ളവർ ആയതുപോലെ ആകാതിരിക്കുന്നതിനും മുമ്പുള്ളവർക്ക് ഗ്രന്ഥം നൽകപ്പെട്ട് ദീർഘകാലം ചെന്നപ്പോൾ അവരുടെ ഹൃദയം കടുത്തുപോകുകയും അവർ ബഹുഭൂരിഭാഗം ആളുകൾ ആജ്ഞാലംഘരാകുകയും പാപികളാകുകയും ചെയ്തു. ഇതുപോലെ ഈ സത്യവിശ്വാസികൾ ആകാതിരിക്കുന്നതിന് സമയമായിട്ടില്ലേ എന്ന് അള്ളാഹു ചോദിച്ചുകൊണ്ട് അള്ളാഹു അവന്റെ പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായി തന്നെ പറയുന്ന കാര്യമാണ്. അപ്പോൾ ഈ സമുദായത്തിനും മുൻ സമുദായത്തെ പോലെ കക്ഷികളായി മാറിപ്പോകുമെന്ന് അള്ളാഹു അവന്റെ പരിശുദ്ധ ഖുർആനിൽ പറയുന്നു. എന്നാൽ കുന്തും ഖൈറ ഉമ്മത്തായ ഉത്തമ സമുദായത്തെ അള്ളാഹു തആല കൈവിടുകയില്ല. യഅലമു അന്നല്ലാഹ യുഹയിൽ അർള ബഅദ മൗതിഹാ. നിങ്ങൾ അറിയുക, നിർജീവമായി പോയ ഭൂമിയെ അള്ളാഹു തആല ജീവിപ്പിക്കുക തന്നെ ചെയ്യും. ഖദ് ബയ്യനാ ലക്കുമുൽ ആയാത്തി ലഅല്ലക്കും തഅഖിലൂൻ. നിങ്ങൾ അറിയുക, നിർജീവമായി പോയ ഭൂമിയെ അള്ളാഹു തആല ജീവിപ്പിക്കുക തന്നെ ചെയ്യും. ഖദ് ബയ്യനാ ലക്കുമുൽ ആയാത്തി ലഅല്ലക്കും തഅഖിലൂൻ. ദൃഷ്ടാന്തങ്ങളെയും വചനങ്ങളെയും നാം നിങ്ങൾക്ക് വിവരിച്ചേർന്നു, നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കുന്നതിന് വേണ്ടി. അതായത് പ്രാപഞ്ചിക നിയമം അനുസരിച്ച് വരണ്ട് ഉണങ്ങിയ ഭൂമിയെ മഴ പെയ്യിപ്പിച്ചുകൊണ്ട് അതിനെ പിന്നെയും ജീവനാക്കുന്ന പോലെ ആത്മീയമായി ധാർമ്മികമായി അധപ്പതിച്ച സമുദായത്തെ, അതായത് മുഹമ്മദ് നബിയുടെ കുന്തും ഖൈറ ഉമ്മത്താകുന്ന ഈ സമുദായത്തെ പുനരുദ്ധരിക്കുമെന്നാണ് അള്ളാഹു ഈ വചനത്തിൽ പറഞ്ഞത്. ഈ പുനരുദ്ധരിക്കുന്ന മാർഗം എല്ലാ മുസ്ലിമീങ്ങളും സമ്മതിക്കുന്ന പരമാർത്ഥമാണ്. മുസ്ലിമീങ്ങളെ, നിങ്ങൾ പലപ്പോഴും വാഴ്ന്നു കേട്ടിട്ടുണ്ട്. ആ വാഴ്വിൽ നിങ്ങൾ കേട്ട് ഈസബിന് മറിയം അവതരിക്കും, അദ്ദേഹം മുഖേന ഈ സമുദായത്തെ പുനരുദ്ധരിക്കുമെന്ന് എല്ലാവരും ഒരുപോലെ സമ്മതിക്കുന്നു. പഴയ വാഴ്വുകളിലെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ആ ഈസബിന് മറിയം ബനി ഇസ്രായേലിലേക്ക് അള്ളാഹു നിയോഗിച്ച ഈസബിന് മറിയം ആണെന്നുള്ള ഒരു ധാരണ പിൽക്കാലത്ത് മുസ്ലിമീങ്ങൾ വന്നുപോയി. അതായത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് മുമ്പ് ഉദ്ദേശം 171 കൊല്ലങ്ങൾക്ക് മുമ്പ് ബനി ഇസ്രായേൽ പൂജാതനായതായ മറിയമിന്റെ മകനായ ഈസാ നബി അലൈഹി ഇസ്ലാം അദ്ദേഹം ഉടലോട് ആകാശത്ത് പോയിരിക്കുന്നുവെന്നും ആകാശത്തുനിന്നും ജീവിച്ചിരിക്കുന്നുവെന്നും മുസ്ലിമീങ്ങളിൽ ഒരു ബഹുഭൂരിഭാഗം ഇന്നും വിശ്വസിക്കുന്നു.
എന്നാൽ അതിനെപ്പറ്റി നാം ഖുർആനിൽ പഠിക്കുമ്പോൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനാണല്ലോ നമുക്ക് പ്രമാണം. ഒന്നാമത്തത് ആ ഖുർആനും അതിനെ വ്യാഖ്യാനിക്കുന്നതായ മുഹമ്മദ് മുസ്തഫയുടെ ഹദീസുകളും നാം പഠിച്ചു നോക്കുമ്പോൾ ആ ഈസാ നബി അലൈഹിസ്സലാം 4 വീക്ഷണത്തിൽ കൂടി അദ്ദേഹം മരിച്ചുപോയി എന്ന് വ്യക്തമാകുന്നു. 4 വീക്ഷണം എന്ന് പറഞ്ഞാൽ മറിയമിന്റെ മകനായ ഈസാ എന്ന വ്യക്തി എന്ന നിലയിൽ അള്ളാഹു അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മരണത്തെ പറ്റി പറയുന്നു. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഇപ്രകാരം വഇദ് ഖാല അല്ലാഹു യാ ഈസാ ഇന്നി മുതവഫീക വറാഫിഉക ഇലയ്യ വമുതഹിറുക മിനല്ലദീന കഫറൂ വജാഇലുല്ലദീന തബഉക ഫൗഖല്ലദീന കഫറൂ ഇലാ യൗമിൽ ഖിയാമ ثم إلي مرجعكم وأحكم بينكم بما كنتم فيه تختلفون بين الله عز وجل. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈസാ നബിയെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഓ ഈസാ, നിശ്ചയമായും നിന്നെ ഞാൻ മരിപ്പിക്കുന്നവനാണ്, നിന്നെ എന്നിലേക്ക് ഉയർത്തുന്നവനാണ്, നിന്നെ അവിശ്വാസികളിൽ നിന്ന് ഞാൻ പരിശുദ്ധനാക്കുന്നവനാണ്, നിന്നെ അനുകരിച്ചവരെ നിന്നെ നിഷേധിച്ചവരുമേൽ അന്ത്യകാലം വരെ നിന്നെ ഞാൻ ജയിപ്പിക്കുന്നവനുമാണ്. 4 കാര്യങ്ങൾ ക്രമപ്രകാരം അള്ളാഹു പറഞ്ഞുകൊണ്ട് ഈ കാര്യം നിങ്ങൾ ഓർക്കുകയും മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്യുക എന്നതാണ് വൈദ് എന്ന് പറഞ്ഞാൽ സ്മരിക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഒന്നാമത് അള്ളാഹു പറഞ്ഞു ഇനി മുത്തവഫീക. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസിനെ പറ്റി പറയുന്നു ഇനി മുമീത്തുക എന്ന് ബുഖാരിയുടെ 1-ാം വാല്യത്തിൽ തന്നെ കാണാം. നിന്നെ ഞാൻ മരിപ്പിക്കുന്നവനാണ്. മാന്യ മുസ്ലിം സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ 25 സ്ഥലത്ത് തവഫ എന്നതായ ക്രിയ പല രൂപത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ 23 സ്ഥലത്തും അള്ളാഹു കർത്താവും മനുഷ്യൻ കർമ്മവുമായി വരുമ്പോൾ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ പിടിക്കുക എന്നാണ് എല്ലാവരും സമ്മതിക്കുന്നു. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ പറ്റി പറഞ്ഞ ഈ 2 ആയത്തുകളിൽ അത് പൂർണ്ണമായി പിടിച്ചെടുക്കുക, ആയുഷ്കാലം പൂർത്തിയാക്കുക, ഉറക്കുക എന്നെല്ലാം അതിനില്ലാത്തതായ ഒരു അർത്ഥം പറഞ്ഞുകൊണ്ട് ഈ തെറ്റായ മുസ്ലിങ്ങളുടെ വിശ്വാസത്തിന് സഹായമായി പല പണ്ഡിതന്മാരും പറയാറുണ്ട്. എന്നാൽ ഇവിടെ വ്യക്തമായി തന്നെ അള്ളാഹു പറയുന്ന ഇനി മുത്തവഫീക, നിന്നെ ഞാൻ ഒഫാത്താക്കും, നിന്നെ ഞാൻ എന്നിലേക്ക് ഉയർത്തും. ഇത് പറയുവാനുള്ള കാരണവും കൂടെ പറയേണ്ടതാണ് മോമിനിങ്ങളായ നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ. അതായത് അദ്ദേഹത്തെയാണ് കുരിശിച്ചു കൊല്ലുമെന്ന് ശത്രുക്കൾ വീരവാദം ചെയ്യുകയും അതിന് പരിശ്രമിക്കുകയും ചെയ്തു. കുരിശിൽ കൊല്ലപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ് എന്നത് ബൈബിളിന്റെ പഴയ നിയമത്തിന്റെ ഖണ്ഡിതമായ നിയമമാണ്. തൗറാത്ത്, അതായത് ആവർത്തന പുസ്തകം 21-23 അത് പറയുന്നു, മരത്തിൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ. അതുകൊണ്ട് ഈസാ നബിയെ നിഷേധിച്ചതായ യഹൂദർ അദ്ദേഹത്തെ കള്ളക്കേസിൽ കുടുക്കിക്കൊണ്ട് അദ്ദേഹത്തെ കുരിശിച്ചു കൊല്ലാനുള്ള എല്ലാ ശ്രമങ്ങളും ചെയ്തപ്പോൾ അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അതിനെപ്പറ്റി ബൈബിൾ പറയുന്നു. ഞാനിപ്പോ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഖുർആൻ വിശ്വാസികളായ എന്റെ സഹോദരങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, അള്ളാഹു അദ്ദേഹത്തോട് പറഞ്ഞു, നിന്നെ ക്രൂശിച്ചു കൊല്ലിക്കാൻ ഞാൻ വിടുകയില്ല, നിന്നെ ഞാൻ ആയുഷ്കാലം പൂർത്തിയാക്കി, ആയുസ് പൂർത്തിയാക്കി നിന്നെ ഞാൻ മരിപ്പിക്കും. അങ്ങനെ കുരിശിൽ കൊല്ലപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനും നരകത്തിലേക്ക് പോകുന്നവനുമാണെന്നാണ് തൗറാത്തിന്റെ വിശ്വാസം, തൗറാത്തിലെ നിയമം. എന്നാൽ അള്ളാഹു അദ്ദേഹത്തെ നരകത്തിലേക്ക് ആക്കുകയില്ല, എന്നിലേക്ക് ഉയർത്തുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. ഇങ്ങനെ 4 കാര്യങ്ങളും അള്ളാഹു ചെയ്തു എന്ന് പരിശുദ്ധ ഖുർആനിൽ അടുത്ത സൂറ, അതായത് 4-ാം സൂറ 158-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, വഖൗലിഹിം ഇന്നാ ഖതൽനൽ മസീഹ ഈസാ ഇബ്നു മറിയം റസൂലല്ലാഹ് വമാ ഖതലൂ വമാ സലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും വഇന്നല്ലദീന ഇഖ്തലഫൂ ഫീഹി ലഫീ ശക്കിൻ മിൻഹു മാ ലഹും ബിഹി മിൻ ഇൽമിൻ ഇല്ലാ ഇത്തിബാഅൽ ളന്നി വമാ ഖതലൂ യഖീനാ ബൽ റഫഅല്ലാഹു ഇലൈഹി വകാനല്ലാഹു അസീസൻ ഹകീമാ. ആ യഹൂദർ ശപിക്കപ്പെട്ടു. കാരണം മറിയമിന്റെ മേൽ അവർ വലുതായ അപവാദം പരത്തിയ കാരണത്താലും മറിയമിന്റെ മകനായ ഈസാ മസീഹിനെ ഞങ്ങൾ റസൂൽ എന്ന് വാദിച്ച് അദ്ദേഹത്തെ ഞങ്ങൾ കൊന്നിരിക്കുന്നു എന്ന് പറഞ്ഞ കാരണത്താലും അവർ ശപിക്കപ്പെട്ടു. വമാ ഖതലൂഹു, അദ്ദേഹത്തെ അവർ വധിച്ചില്ല. വമാ സലബൂഹു, അദ്ദേഹത്തെ അവർ ക്രൂശിച്ചതുമില്ല, അതായത് ക്രൂശിൽ കൊന്നില്ല. വലാകിൻ, പക്ഷേ ശുബ്ബിഹ ലഹും, അവർക്ക് അദ്ദേഹം സദൃശ്യമാക്കപ്പെടുകയാണ് ഉണ്ടായത്. വഇന്നല്ലദീന ഇഖ്തലഫൂ ഫീഹി, അദ്ദേഹം മരിച്ചു എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ളവർ ലഫീ ശക്കിൻ മിൻഹു,
അതിൽ അവർ വളരെ സംശയത്തിലാണ്. മാലഹും ബിഹീമിൻ ഇൽമിൻ ഇല്ലത്തിബാഅല്ലി, അവർക്ക് ഊഹാപോഹങ്ങളെ തുടരുകയല്ലാതെ ഖണ്ഡിതമായ അതിനെപ്പറ്റിയുള്ള അറിവ് അവർക്കില്ല. വമാ ഖതലുഹു യഖീന, അവർക്ക് ദൃഢബോധ്യമായ നിലയിൽ അദ്ദേഹത്തെ അവർക്ക് വധിക്കുവാൻ സാധിച്ചില്ല. ആ ശപിക്കപ്പെട്ട മരണത്തിൽ നിന്ന് അള്ളാഹു അദ്ദേഹത്തെ രക്ഷിച്ച് റഫഅല്ലാഹു ഇലൈഹി, അതേ മറ്റ് പ്രവാചകന്മാരെ പോലെ തന്നെ അള്ളാഹുലേക്ക് ഉയർത്തുക തന്നെ ചെയ്തു. വകാനല്ലാഹു അസീസൻ ഹകീമ, അള്ളാഹു പ്രതാപശാലിയും അഗാധജ്ഞനുമാകുന്നു എന്ന് ബയ്യനല്ലാഹു അസ്സ വജൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്ര വ്യക്തമായ നിലയിൽ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കെ അദ്ദേഹം കുരിശിൽ മരിച്ചു എന്ന് വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളോട് നാം മറുപടി പറയേണ്ടത് ഈ ഖുർആൻ വചനം വെച്ചുകൊണ്ടാണ്. വമാ ഖതലൂഹു വമാ സലബൂഹു, അദ്ദേഹത്തെ അവർക്ക് വധിക്കുവാനോ ക്രൂശിൽ കൊല്ലുവാനോ സാധിച്ചില്ല. പക്ഷെ അദ്ദേഹത്തിൽ സദൃശ്യമാക്കപ്പെട്ടു, മരിച്ച ആളിനെ പോലെ തോന്നി എന്ന് പറഞ്ഞാൽ അൽ മസ്ലൂബു അൽ മഖ്തൂലു എന്ന് ജലാലയിന്റെ തഫ്സീറിൽ തന്നെ എടുത്തിരിക്കുന്ന കൊല്ലപ്പെട്ടവരായിട്ട് അവർക്ക് തോന്നി. ബൈബിളും അതിനെപ്പറ്റി പറയുന്നു. അവൻ മരിച്ചവനായി കാണുകയാൽ വിലാപ്പുറത്ത് കുത്തിയപ്പോൾ രക്തവും വെള്ളവും തുള്ളിച്ചു വന്നു. അപ്പോൾ അവർക്ക് തോന്നിയതാണ് അദ്ദേഹം കുരിശിൽ മരിച്ചുവെന്ന്. പക്ഷേ വിലാപ്പുറത്ത് വലത്തുവശത്തെ നെഞ്ചിന്റെ താഴെയുള്ള സ്ഥലത്ത് ഒരു കുന്തം കൊണ്ട് കുത്തിയപ്പോൾ വെള്ളവും രക്തവും തുള്ളിച്ചു വന്നു എന്ന് ബൈബിൾ പറയുന്നു. മരിച്ച ഒരാളുടെ ദേഹത്ത് നിന്ന് രക്തം തുള്ളിച്ചു വരികയില്ല എന്ന് സർവ്വസമ്മതമാണ്. അപ്പൊ എന്റെ മാന്യ മുസ്ലിം സഹോദരങ്ങളെ, ഇത്രയും വ്യക്തമായിട്ട് ഖുർആനിൽ പറഞ്ഞ എന്തിന് നാം ക്രിസ്ത്യ സഹോദരങ്ങളോട് പറഞ്ഞു കൊടുക്കണം, യഹൂദരോടും പറയണം, നിങ്ങൾക്ക് യേശുവിനെ കൊല്ലാൻ സാധിച്ചില്ല, ഈസാ നബിയെ കൊല്ലാൻ സാധിച്ചില്ല, നിങ്ങൾ ശപിക്കപ്പെട്ടവരായിപ്പോയി എന്ന് യഹൂദരോട് പറയണം. ക്രിസ്ത്യ സഹോദരങ്ങളെ, യേശു കുരിശിൽ മരിച്ച് ശപിക്കപ്പെട്ടവനായി എന്ന നിങ്ങളുടെ വിശ്വാസം ബൈബിളിനെതിരാണ്, ഖുർആൻ അക്കാര്യം പറയുന്നു എന്ന് നാം ക്രിസ്ത്യാനികളോടും പറഞ്ഞു കൊടുക്കണം. അതുപോലെ മുസ്ലിമുകളായ നാം മനസ്സിലാക്കണം, ഈസാ നബി അലൈഹി സ്വലാമിനെ അവർക്ക് ക്രൂശിച്ചു കൊല്ലുവാൻ സാധിച്ചില്ല. അദ്ദേഹം മറ്റ് പ്രവാചകന്മാരെ രക്ഷിച്ചതുപോലെ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അള്ളാഹു തീയിൽ നിന്ന് രക്ഷിച്ചില്ലേ? അതെ. യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കിണറ്റിൽ നിന്ന് അള്ളാഹു തആല രക്ഷിച്ചില്ലേ? അതെ. മൂസാ നബി അലൈഹി സ്വലാമിനെ നൈൽ നദിയിൽ മുക്കിക്കൊല്ലുന്നതിന് വേണ്ടി പരിശ്രമിച്ച് അതിൽ നിന്ന് അള്ളാഹു രക്ഷിച്ചില്ലേ? അതെ. പ്രവാചക പ്രഭുവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ വീട് വളഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വെട്ടിക്കൊല്ലുന്നതിന് ശത്രുക്കൾ ഉദ്ദേശിച്ചില്ലേ? അള്ളാഹു രക്ഷിച്ചില്ലേ? അതെ. ഇതെല്ലാം അള്ളാഹു രക്ഷിച്ചതായ അദ്ദേഹം ഈസാ നബിയോടും പറഞ്ഞു, ഇനി മുതവഫിക, നിന്നെ കൊല്ലുവാൻ സാധ്യമല്ല, നിന്റെ പാതാളത്തിലേക്ക്, അതായത് നരകത്തിലേക്ക് നിന്റെ ആത്മാവിനെ താഴ്ത്തുവാൻ സാധ്യമല്ല, നിന്നെ ഞാൻ പ്രകൃതി അനുസരണമായ നിലയിൽ മറ്റ് പ്രവാചകന്മാരെ മരിപ്പിക്കുന്ന പോലെ മരിപ്പിക്കുകയും നിന്നെ എന്നിലേക്ക് ഉയർത്തുകയും ചെയ്യും. അപ്പൊ മരിപ്പിക്കുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദുരർത്ഥം പറയാൻ അവിടെ ഒക്കുമില്ല. കാരണം അള്ളാഹു ആ പറയുമ്പോൾ ഭാവിയിൽ സംഭവിക്കും എന്ന് തന്നെയാണ്. ഇതുപോലെ ബഹുമാനപ്പെട്ട അസ്ഹബുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു പറഞ്ഞു, ഓ മുഹമ്മദ് നബിയെ, താങ്കളുടെ ശത്രുക്കളോട് നാം പറഞ്ഞിരിക്കുന്നതായ ശിക്ഷയെ താങ്കൾക്ക് ഞാൻ ചിലത് കാണിച്ചു തരും. ഔനത്തവഫയന്നക, അല്ലെങ്കിൽ താങ്കളെ ഞാൻ വഫാത്താക്കും. സൂറത്ത് റഅദ്, സൂറ യൂനുസ്, സൂറ മൂമിൻ, 3 സൂറത്തുകളിൽ ഇതേ ആയത്ത് തന്നെ ആവർത്തിച്ചു വന്നിട്ടുണ്ട്. എന്റെ മുസ്ലിം സഹോദരങ്ങളെ, നിങ്ങൾ പരിശുദ്ധ ഖുർആന്റെ അനുസാരികളാണെന്ന് പറയുന്നത് ശരി തന്നെ. പക്ഷേ സൂറ യൂനുസ്, സൂറത്ത് റഅദ്, സൂറ മൂമിൻ, 3 സൂറത്തുകൾ മുഹമ്മദ് മുസ്തഫ തിരുമേനിയോട് ഔനത്തവഫയന്നക, ഓ മുഹമ്മദ് നബിയെ, താങ്കളെ ഞാൻ വഫാത്താക്കും എന്ന് പറഞ്ഞ് മുലാരിയായ ശൈലി 63-ാമത്തെ വയസ്സിൽ മുഹമ്മദ് മുസ്തഫ തിരുമേനിയുടെ ആത്മാവിനെ ജഡത്തിൽ നിന്ന് അല്ലാഹു തആല വേർപെടുത്തി ആ പുണ്യ ശരീരം റൗള ശരീഫിൽ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളെ, ഈസാ നബി അലൈഹി സ്വലാമിനോട് അല്ലാഹു തആല ഈ പറഞ്ഞ വാഴ്ത ഒന്ന് മാത്രം അത് നിറവേറ്റിയെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുമ്പോൾ നിങ്ങൾ നോക്കുക, 5-ാമത്തെ സൂറ 116, 117, 118 3 ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നാളെ മഹ്ശറിൽ വെച്ച് ഈസാ നബി അലൈഹി സ്വലാമിനോട് അല്ലാഹു ചോദിക്കുകയും ഈസാ നബി അലൈഹി സ്വലാം മറുപടി പറയുകയും ചെയ്യുന്നതായ ആ കാര്യം അല്ലാഹു നമ്മെ അറിയിച്ചുകൊണ്ട് ഇത് മറ്റുള്ളവർക്ക് നിങ്ങൾ അറിയിച്ചു കൊടുക്കുക, പ്രത്യേകിച്ച് ക്രിസ്ത്യ സഹോദരങ്ങളോട് ഇത് പറയുക. ആ ആയത്ത് പ്രകാരമാണ്
وإذ قال الله يا عيسى ابن مريم أأنت قلت للناس اتخذوني وأمي إلهين من دون الله قال سبحانك ما يكون لي أن أقول ما ليس لي بحق إن كنت قلته فقد علمته تعلم نفسي ولا أعلم ما في نفسك إنك أنت علام الغيوب ما قلت لهم إلا ما أمرتني به أن يعبدوا الله ربي وربكم وكنت عليهم شهيدا ما دمت فيهم فلما توفيتني كنت أنت الرقيب عليهم وأنت على كل شيء شهيد بين الله عز وجل. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറ മാഇദയുടെ അവസാനത്തെ റുക്കോയിൽ എത്ര വ്യക്തമായിട്ടാണ് ഇക്കാര്യം പറയുന്നത്. അതായത് അല്ലാഹു ചോദിക്കുന്ന സന്ദർഭം ഓർക്കുക. ഓ മറിയമിന്റെ മകനായ ഈസ, എന്നെയും എന്റെ ഉമ്മയെയും അല്ലാഹുവിനെ കൂടാതെ രണ്ട് ഇലാഹുകളാക്കുക എന്നീ ജനങ്ങളോട് നീ പറഞ്ഞുവോ? ഇത് കേൾക്കുമ്പോൾ തന്നെ ഈസാ നബി അലൈഹിസ്സലാം മറുപടി പറയുന്നു, ഖാല സുബ്ഹാനക, അല്ലാഹുവേ നീ പരിശുദ്ധനാണ്. മാ യകൂനു ലി അൻ അഖൂല മാ ലൈസ ലീ ബിഹഖ്ൻ, എനിക്ക് ഹക്കല്ലാത്തതായ, എനിക്ക് അർഹതയല്ലാത്തതായ കാര്യം പറയൽ എനിക്ക് യോജിച്ചതല്ല. ഇൻ കുന്തു ഖുൽതുഹു ഫഖദ് അലിംതഹു, ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് നീ അതറിയാം. കാരണം തഅലമു മാ ഫീ നഫ്സി വലാ അഅലമു മാ ഫീ നഫ്സിക, എന്നിലുള്ളതെല്ലാം നിനക്കറിയാം, നിന്നിലുള്ള എനിക്കറിഞ്ഞൂടാ. ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, നീ എല്ലാ കാര്യങ്ങളെയും സസൂക്ഷ്മം മറഞ്ഞ കാര്യങ്ങൾ, ഗുയൂബ് ഗൈബ്, എല്ലാ മറഞ്ഞ കാര്യങ്ങളും സസൂക്ഷ്മം നല്ലപോലെ അറിയുന്നവനാകുന്നു. അപ്പോൾ എന്നെയും എന്റെ ഉമ്മയെയും എന്റെ ജനങ്ങൾ ആരാധിച്ച കാര്യം അതെനിക്ക് മറഞ്ഞതാണ്, നീ അതറിയുന്നതാണ്. വീണ്ടും അദ്ദേഹം പറയുന്നു, ഞാൻ അവരിൽ ഉണ്ടായിരുന്ന കാലം അത്രയും അവിടെ മേൽ ഞാൻ സാക്ഷിയാണ്. വകുന്തു അലയിൽ ഷഹീദൻ മാ ദുംതു ഫീഹിം, ഞാൻ അവരിൽ ഉണ്ടായിരുന്ന കാലം അത്രയും അവിടെ മേൽ ഞാൻ സാക്ഷിയാണ്. അവർ എന്നെയോ എന്റെ ഉമ്മയോ ആരാധിച്ചിട്ടില്ല, നിന്നെ മാത്രമാണ് ആരാധിച്ചത്. നീ അതാണ് എന്നോട് പറഞ്ഞത്, അനിഅബ്ദുല്ലാഹ റബ്ബി വറബ്ബക്കും, എന്റെയും നിങ്ങളുടെയും റബ്ബായ അള്ളാഹുവിനെ ആരാധിക്കുക എന്നാണ് ഞാൻ അവരോട് പറഞ്ഞത്. അതാണ് നീ എന്നോട് പറഞ്ഞത്, അത് ഞാൻ അവരോട് പറഞ്ഞു. അവരപ്രകാരം തന്നെയായിരുന്നു. കുന്തു അലയും ചെയ്തം മാതും തുബിയും. ഇവിടെ എന്റെ മുസ്ലിം സഹോദരങ്ങളെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ദാമ എന്നതിന്റെ വഴുതാമുറ്റക്കല്യം എന്ന് പറയും ദുംദോ, ഞാൻ അവരിൽ ഉണ്ടായിരുന്ന കാലം അത്രയും അവിടെ മേൽ ഞാൻ സാക്ഷിയാണ്. അവരെന്നെയോ എന്റെ ഉമ്മയോ വിളിച്ച് പ്രാർത്ഥിച്ചില്ല, ആരാധിച്ചില്ല, ദൈവങ്ങളാക്കിയില്ല. അവർ എന്റെയും അവരുടെയും റബ്ബായ നിന്നെ മാത്രമാണ് ആരാധിച്ചതെന്ന് ഞാൻ സാക്ഷിയാണ്. ഫലമ്മാ തവഫൈതനീ കുന്ത അൻത റഖീബ അലൈഹിം വഅൻത അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, നീ എന്നെ വഫാത്താക്കിയപ്പോൾ, അതെ അതിന് വിവരണം ഹദീസിൽ നിന്ന് ഞാൻ പറയാം. നീ എന്നെ വഫാത്താക്കിയപ്പോൾ നീ തന്നെയാണ് അവളുടെ മേൽനോട്ടക്കാരൻ, നീ തന്നെയാണ്. കുന്ത അൻത റഖീബ അലൈഹിം, നീ മാത്രമാണ്, നീ തന്നെയാണ് അവരുടെ മേൽനോട്ടക്കാരൻ. വഅൻത അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, നീ എല്ലാ കാര്യത്തിനും സാക്ഷിയാണ്. താള ഭാഷയിൽ വെച്ച് യൗമ യജ്മഉല്ലാഹു റുസുല, എല്ലാ മുർസലീങ്ങളോടും അല്ലാഹു തആല ചോദ്യം ചെയ്യും, ഒരുമിച്ച് കൂട്ടി ചോദിക്കുമെന്ന് പറഞ്ഞ ആ ഈസാ നബി അലൈഹിസ്സലാമിനെയും അല്ലാഹു തആല ഇപ്രകാരം ആ ചോദിക്കുകയും അദ്ദേഹം മറുപടി പറയുകയും ചെയ്തു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ഈസാ നബി അലൈഹിസ്സലാമിന് രണ്ട് കാലഘട്ടം മാത്രം. ഒന്ന് അദ്ദേഹത്തിന്റെ അനുയായികൾ ജീവിച്ചിരുന്ന കാലം, കുന്തു അലയും ചെയ്ത മാതുംതുബിയും, ഞാൻ അവരിൽ ഉണ്ടായിരുന്ന കാലം അത്രയും. രണ്ടാമത്തെ ഫലമാ തവഫൈതനീ, ഞാൻ വഫാത്തായി. അവ രണ്ട് ഘട്ടം, രണ്ടവസരം. ഒന്ന് അദ്ദേഹത്തിന്റെ ജനങ്ങൾ ജീവിച്ചിരുന്നു, രണ്ടാമത്തെ അദ്ദേഹം മരിച്ചുപോയി എന്നത്. ഈ രണ്ട് കാലഘട്ടം അല്ലാതെ അദ്ദേഹത്തെ ആകാശത്ത് പോയി 2000 കൊല്ലം അവിടെ ഇരുന്നു എന്നത്തെ മുസ്ലിം സഹോദരങ്ങൾ ഭൂരിപക്ഷം വിശ്വസിക്കുന്നത് പോലെ അത് ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ ഒന്നും തെളിയിക്കുവാനല്ല, ഒരു കള്ളക്കഥ നമ്മളിൽ പടർന്നുപോയി. ഞാൻ സമ്മതിക്കുന്നു, ഈ വിനീതനായ ഞാനും അപ്രകാരം വിശ്വസിച്ചിരുന്ന ഒരു മുസ്ലിയാരായിരുന്നു. അപ്പോൾ ആ ഈസാ നബി 2000 കൊല്ലം ആകാശത്ത് ഇരുന്നിട്ട് ഇനി തിരിച്ചു വന്ന് ഇവിടെ 7 കൊല്ലോ 40 കൊല്ലോ ഭരണം നടത്തി നാളെ മഴത്തയിൽ ചെന്നിട്ട് ഞാൻ അവരിൽ ഉണ്ടായിരുന്ന കാലം അത്രയും അവിടെ മേൽ ഞാൻ സാക്ഷിയായിരുന്നു. നീ എന്നെ വലിപ്പിച്ചപ്പോൾ പിന്നെ അവരുടെ മേൽനോട്ടക്കാരൻ നീ തന്നെയാണ്, നീ എല്ലാ കാര്യത്തിലും സാക്ഷിയാണ് എന്ന് പറയുകയാണെങ്കിൽ ഈ 2000 കൊല്ലം ആകാശത്തിരുന്നതും ഇവിടെ വന്ന് 7 40 കൊല്ലം
ഈ അള്ളാഹുവിനെ കൂടാതെ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ഉമ്മയും ആരാധിക്കുന്നതും മെഴുകുതിരി കത്തിക്കുന്നതും കുരിശിനെ ആരാധിക്കുന്നതും കർത്താവെ ദൈവോത്ര എന്ന് അദ്ദേഹത്തെ വിളിച്ച് പ്രാർത്ഥിച്ചതെല്ലാം കണ്ടുകൊണ്ട് അദ്ദേഹം കളവ് പറയുമോ? ഇല്ല, ഒരിക്കലും പ്രവാചകന്മാർ കളവ് പറയുകയില്ല. അതുകൊണ്ടാണ് തഫ്സീറുകൾ CN അഹമ്മദ് മൗലവി സാഹിബിന്റെ പരിഭാഷ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. പരലോകത്ത് വെച്ച് ഈസായോട് അള്ളാഹു ചോദിക്കുന്ന സന്ദർഭം സ്മരണീയമാണ്. അവർക്കിടയിൽ ഞാൻ ഉണ്ടായിരുന്ന കാലത്തോളം അവരുടെ സ്ഥിതിഗതികളെല്ലാം ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. പിന്നീട് നീ എന്റെ ആയുഷ്കാലം പൂർത്തിയാക്കിയപ്പോൾ, ആയുഷ്കാലം എന്ന് ബ്രാക്കറ്റിലാണ് അദ്ദേഹം തീർച്ചിരിക്കുന്നത്, അതായത് ഫലമാ തൗഫൈതനി, നീ എന്നെ മരിപ്പിച്ചപ്പോൾ അവരുടെ കാര്യങ്ങളെല്ലാം ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് നീ തന്നെയാണ്. നീ സർവ്വകാര്യങ്ങളുടെയും സാക്ഷിയാണ്. അള്ളാഹു പറയും, സത്യസന്ധന്മാർക്ക് അവരുടെ സത്യസന്ധത ഉപയോഗപ്പെടുന്ന ദിവസമാണിത് എന്ന് തുടർന്ന് അള്ളാഹു പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് സത്യമാണ്, കളവല്ല എന്ന് അള്ളാഹു തന്നെ പറയുകയാണ്. മാന്യസഹോദരങ്ങളെ, ഈസാ നബിയുടെ അറിവോടും അനുമതിയോടും കൂടി ആണ് അദ്ദേഹത്തിന്റെ പിൻഗാമികൾ ചില പിഴച്ച വിശ്വാസാചാരങ്ങൾ നടപ്പിൽ വരുത്തിയിട്ടുള്ളതെന്ന് ഈ ചോദ്യോത്തരങ്ങൾ വ്യക്തമാകുന്നു. അദ്ദേഹത്തിന്റെ അറിവില്ലാതെയാണ്. തന്നെയും തന്റെ മാതാവിനെയും ദൈവങ്ങളാക്കി പൂജിക്കുവാൻ ഒരിക്കലും താൻ ഉപദേശിച്ചിട്ടില്ലെന്ന് ഈസാ നബി ഒഴിഞ്ഞു പറയുമെന്ന് ഈ വാക്യം സ്പഷ്ടമാക്കുന്നു. ശ്രദ്ധേയമായ ഒരു രംഗമാണിത്. ഈസാ നബി ഈ ലോകം വിട്ടുപോയ ശേഷം അദ്ദേഹത്തിന്റെ അനുയായികൾ മതത്തിന്റെ പേരിൽ ഇവിടെ നടപ്പിൽ വരുത്തിയ അന്ധവിശ്വാസങ്ങളെയോ ദുരാചാരങ്ങളെയോ സംബന്ധിച്ച് പരലോകത്തെ ദൈവസന്നിധിയിൽ ഹാജരാകുന്നത് വരേക്കും അദ്ദേഹത്തിന് യാതൊരറിവുമുണ്ടായിരിക്കയില്ലെന്ന് ഈ ഖുർആൻ വാക്യം സ്പഷ്ടമാക്കുന്നു. അന്ത്യനാളുകളിൽ ഈസാ നബി ഇങ്ങോട്ട് തിരിച്ചു വരികയും ക്രിസ്ത്യാനികൾ നടപ്പിൽ വരുത്തിയ ദുരാചാരങ്ങളെല്ലാം തല്ലിത്തകർക്കുകയും ചെയ്യുമെന്നാണല്ലോ മുസ്ലിങ്ങൾ പൊതുവിൽ വിശ്വസിക്കുന്നത്. ആ വിശ്വാസം തെറ്റെന്ന് ഈ വാക്യം സംശയരഹിതമായി ഉത്ബോധിപ്പിക്കുന്നു. ഈസാ നബി ഇവിടെ വന്ന് ആ ദുരാചാരങ്ങളും അന്ധവിശ്വാസങ്ങളുമെല്ലാം തല്ലിത്തകർത്തിട്ടാണ് പരലോകത്ത് അള്ളാഹുവിന്റെ സന്നിധിയിൽ ഇങ്ങനെ പറയുന്നതെങ്കിൽ അതൊരു കള്ളപ്രസ്താവനയായി പോകുമല്ലോ. അതുകൊണ്ടാണ് ഇതൊരു ശ്രദ്ധേയ രംഗമാണെന്നുണർത്തിയത്. CN അഹമ്മദ് മൗലവി അവരുടെ പരിഭാഷ 562-63 പേജുകൾ. എന്ന് മാത്രമല്ല, അദ്ദേഹം ബുഖാരിയുടെ പരിഭാഷ എഴുതി. 2ാം പതിപ്പിൽ അദ്ദേഹം എഴുതി, ഞാൻ അവർക്കിടയിൽ ഉണ്ടായിരുന്ന കാലം അത്രയും അവരുടെ സ്ഥിതിഗതികൾ ഞാൻ മേൽനോട്ടം ചെയ്യുന്നവനായിരുന്നു. പിന്നീട് നീ എന്റെ ആയുസ് അവസാനിപ്പിച്ചപ്പോൾ അവരുടെ കാര്യങ്ങളെല്ലാം ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് നീ മാത്രമാണെന്നും എനിക്കതിനെക്കുറിച്ച് യാതൊരറിവോ ഉത്തരവാദമോ ഒന്നുമില്ലെന്നും ഈസാ നബി അള്ളാഹുവിന്റെ തിരുനന്ദിയിൽ സമാധാനം ബോധിപ്പിക്കും. ഇപ്പോൾ ഒന്ന് മനസ്സിരുത്തി ചിന്തിച്ചു നോക്കുക. പ്രചാരത്തിലുള്ള വിശ്വാസം എന്താണ്? ഖുർആൻ പറയുന്നത് എന്താണ്? അത് രണ്ടും തമ്മിൽ യോജിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ വല്ല വ്യാഖ്യാനവും നൽകി യോജിപ്പിക്കുവാൻ കഴിയുമോ? ഇല്ല, ഒരിക്കലുമില്ല. ഈസാ നബി തിരിച്ചു വരും. എന്നിട്ട് അദ്ദേഹം ആകാശത്തേക്ക് ഉയർന്നുപോയ ശേഷം ക്രിസ്ത്യാനികൾ നടപ്പിൽ വരുത്തിയ അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും അദ്ദേഹം നിർദ്ദയം തകർത്തുകളെയും കുരിശിനെ തന്നെ തല്ലി ഉടക്കുകയും ചെയ്യും, പന്നിയെ കൊല്ലും. ഇതാണ് പ്രചാരത്തിലിരിക്കുന്ന വിശ്വാസം. എന്നാൽ ഈസാ നബി അലൈഹി സ്വലാം പറയുന്നത് അദ്ദേഹത്തിന്റെ വേർപാടിന് ശേഷം നടപ്പിൽ വരുത്തിയ ആചാരങ്ങളെന്നോ അദ്ദേഹം അറിയില്ല. അദ്ദേഹം തിരിച്ചു വരുമ്പോൾ കണ്ട് മനസ്സിലാക്കുമെന്നാണോ? അതിലെല്ലാം അദ്ദേഹം അമർഷം പ്രകടിപ്പിക്കും. അവസാനം അതെല്ലാം അദ്ദേഹം നശിപ്പിച്ചു കളയും. ഇതാണ് ഹദീസിൽ പറയുന്നത്. ഖുർആൻ പറയുന്നതോ നേരെ മറിച്ചും. അതായത് അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോയതിനു ശേഷം ഇവിടെ ക്രിസ്ത്യാനികൾ നടപ്പിൽ വരുത്തിയ അനാചാരങ്ങളൊന്നും അദ്ദേഹം അറിയുകയില്ല. അദ്ദേഹത്തെ ക്രിസ്ത്യാനികൾ ദൈവമാക്കി വെച്ച് പൂജിച്ചത് പോലും അദ്ദേഹം അറിയുകയില്ല. അവസാനം പരലോകത്ത് ഉയർത്തെഴുന്നേറ്റ് അല്ലാഹുവിന്റെ മുമ്പിൽ ഹാജരാകുമ്പോൾ മാത്രമാണ് ക്രിസ്തീയ ലോകത്ത് നടന്ന ഈ സംഭവങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ അറിവിൽപ്പെടുക. ചുരുക്കത്തിൽ ഖുർആന്റെ പ്രസ്താവനകൾക്ക് ഘടകവിരുദ്ധമായി ഇന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് അത് ഖുർആൻ വിരുദ്ധമാണ്. അപ്പോൾ നാം ഖുർആൻ വിശ്വസിക്കണമോ? അതല്ല ഇന്നത്തെ മുസ്ലിങ്ങളുടെ ഭൂരിപക്ഷത്തിന്റെ വിശ്വാസം വിശ്വസിക്കണമോ? നമ്മുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് ഖുർആൻ തന്നെയാണ് നാം വിശ്വസിക്കേണ്ടത്. അതിൽ ഒരു നിമിഷം പോലും സംശയിക്കാൻ പാടില്ല. ബുഖാരി പരിഭാഷ 2ാം പതിപ്പ് അനുബന്ധം പേജ് 24. മാന്യ മുസ്ലിം സഹോദരങ്ങളെ, ഈസാ നബി അലൈഹി സ്വലാം ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടോ, ഇനി ഇങ്ങോട്ട് തിരിച്ചു വരുമോ എന്ന് മുസ്ലിങ്ങൾക്കിടയിൽ
വിശിഷ്യ മുസ്ലിം ജീവികൾക്കിടയിൽ നിന്നൊരു ചിന്താ വിഷയമാണിത്. അതിനുള്ള മറുപടിയാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്ന് മാത്രമല്ല, ഖുർആനിൽ ഇക്കാര്യം പ്രചരിപ്പിക്കുകയും വിവരിക്കുന്നു. ആ വിവരണത്തിന്റെയും ഒരു ഭാഗം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. പണ്ഡിതന്മാരത് ഇപ്പോൾ സമ്മതിച്ചു വരികയും ചെയ്യുന്നു. ഉദാഹരണമായിട്ട് ജമാഅത്തെ ഇസ്ലാമിലെ പണ്ഡിതനും ഐത്തുകാരനുമായിരുന്നതായ ടി മുഹമ്മദ് സാഹിബ് അവർകൾ, അദ്ദേഹം ഖുർആന്റെ ഈ ആയത്തുകൾ എടുത്തുകൊണ്ട് ഈസാ നബി അലൈഹി സ്വലാം മരിച്ചുപോയി എന്ന് വ്യക്തമായി പറയുന്നു. പുസ്തകം ആഖിറത്ത് അഥവാ മരണാനന്തര ജീവിതം എന്ന പുസ്തകമാണ്. ഈ 3 ആയത്തുകളും അതിൽ അറബിയിൽ തന്നെ അദ്ദേഹം 69-ാം പേജിൽ എടുത്തുകൊണ്ട് പറയുകയാണ്, ഫലമ്മാ തവഫൈതനി, പിന്നീട് നീ എന്നെ മരിപ്പിച്ചപ്പോൾ എന്ന് തന്നെ. 69-ാം പേജ് നോക്കുക. യഥാർത്ഥത്തിൽ ഇന്ന് മുസ്ലിങ്ങളായ നാം വിചാരിക്കുന്നത് ഇസ്ലാമിന് ഖുർആന് തെറ്റാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അദൃശ്യ ലോകത്തിൽ നിന്നും വരുന്ന ആളുകളെ പ്രതീക്ഷിച്ചിരിക്കുന്ന മനുഷ്യത്വത്തെ ശ്വാസം മുട്ടിക്കുന്ന ഈ ചിന്ത നമ്മൾ ഉള്ള കാലത്തോളം ഇസ്ലാമിന് യാതൊരു സേവനവും ചെയ്യുവാൻ സാധ്യമല്ല എന്ന് പരേതനായ KC അബ്ദുള്ള മൗലവി സിറാഹ എന്ന പുസ്തകത്തിൽ തന്നെ എഴുതി. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിലെ പണ്ഡിതന്മാർ തന്നെ ഈസാ നബി അലൈഹി സ്വലാം മരിച്ചുപോയി എന്നെഴുതി. പക്ഷേ അവർ അത് ഒച്ചത്തിൽ പ്രസ്താവിക്കുന്നതിന് അവർക്ക് സങ്കൂച്ചമില്ല. എന്നാൽ CN അഹമ്മദ് മൗലവി എഴുതിയതായ താരിഖുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ചരിത്രം എന്ന പുസ്തകത്തിലെ 118-ാം പേജിൽ അദ്ദേഹം പറയുന്നു, ഒരു ന്യൂനപക്ഷം വിശ്വസിക്കുന്നത് കുരിശ് മരണ സംഭവശേഷം നബി മറ്റ് പ്രവാചകന്മാരെ പോലെ തന്നെ സാധാരണഗതിയിൽ മരണമടഞ്ഞു എന്നാണ്. പരിശുദ്ധ ഖുർആൻ ശരിക്കും മനസ്സിരുത്തി പഠിച്ച ശേഷം എനിക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞതും അങ്ങനെ തന്നെയാണ്. അദ്ദേഹം മരണമടഞ്ഞു കഴിഞ്ഞു, ഇനി ഇങ്ങോട്ട് വരികയില്ല. CN അഹമ്മദ് മൗലവി പരേതനായ അദ്ദേഹത്തിന്റെ ഇസ്ലാം ചരിത്രം എന്ന പുസ്തകം 118-ാം പേജാണ് ഞാനിപ്പോൾ ഈ വായിച്ച കൊട്ടേഷൻ. എന്റെ മാന്യ മുസ്ലിം സഹോദരങ്ങളെ, അള്ളാഹുവിനു വേണ്ടി നിങ്ങൾ അല്പസമയം വിദ്വേഷവും വെറുപ്പും വിട്ടുകൊണ്ട് പക്ഷപാതരഹിതമായി പരിശുദ്ധ ഖുർആന്റെ ഈ വചനം നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക. ഈസാ നബി അലൈഹി സ്വലാം മരിച്ചുപോയി എന്ന്, അതായത് മറിയമിന്റെ മകൻ ഈസ എന്ന നിലയിൽ അദ്ദേഹം മരിച്ചുപോയി എന്ന് ഏറ്റവും വ്യക്തമായ നിലയിൽ ഖുർആൻ പറഞ്ഞിരിക്കുന്നു. ഇനി അദ്ദേഹം അള്ളാഹുവിന്റെ ഒരു റസൂലാണ്, അത് നാം വിശ്വസിക്കുന്നു. അല്ലാതെ ദൈവമോ ദൈവോത്രനോ അല്ല. അദ്ദേഹം അള്ളാഹുവിന്റെ ഒരു ദൂതനാണ്. ദൂതൻ എന്ന നിലയിൽ അദ്ദേഹം മരിച്ചുപോയി എന്നും അദ്ദേഹം തെറ്റായി വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്നു. അതായത് അദ്ദേഹത്തെ കർത്താവേ ദൈവോത്ര ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ പാപം പൊറുക്കണമേ എന്ന് 250 കോടി ക്രിസ്ത്യാനികൾ കക്ഷിഭേദമന്യേ ഇന്ന് ഈസാ നബി അലൈഹി സ്വലാമിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. മനഃശുറും ജമിയാകും മനക്കൂലുലില്ലദീന അസ്റകൂ മക്കാനക്കും അന്നും വശുറക്കാഉക്കും ഫഖയ്യൽനാ ബൈനഹും വഖാല ശുറക്കാഉം മാ കുന്തും ഇയ്യാനാ തഅബുദൂൻ ഫകഫാ ബില്ലാഹി ഷഹീദൻ ബൈനനാ വബൈനക്കും ഇൻ കുന്നാ അൻ ഇബാദത്തിക്കും ലഗാഫിലീൻ ബയ്യനല്ലാഹു അസ്സ വജൽ. അർത്ഥപ്രകാരം സ്മരിക്കുക, ഓർക്കുക, അവർ എല്ലാവരെയും നാം ഒരുമിച്ച് കൂട്ടുന്ന നാളെ മത്സരം. പിന്നീട് നമുക്ക് പങ്കാളികളെ നിശ്ചയിച്ചവരോട് നാം പറയും, പിന്നോട്ട് മാറി നിങ്ങളുടെ സ്ഥാനത്ത് തന്നെ നിൽക്കുക, നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരും. എന്നിട്ട് നാം അവരെ തമ്മിൽ വേർതിരിക്കും, 2ആയിട്ട് വേർതിരിക്കും. അവരുടെ പങ്കാളികൾ, അതായത് ഈസാ നബിയും അതുപോലെയുള്ള അള്ളാഹുവിനെ വിട്ടുകൊണ്ട് പ്രാർത്ഥിക്കപ്പെട്ടതായ അവര്, ആ പങ്കാളികൾ പറയും, നിങ്ങൾ ഞങ്ങളെ ആരാധിച്ചിട്ടുണ്ടായിരുന്നില്ല, അതിനാൽ ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ സാക്ഷിയായി അള്ളാഹു മതി. തീർച്ചയായും ഞങ്ങൾ നിങ്ങളുടെ ആരാധനയെക്കുറിച്ച് ഒരറിവുമില്ലാത്തവരായിരുന്നു. മാന്യ മുസ്ലിം സഹോദരങ്ങളെ, ഖുർആനല്ലേ നമ്മുടെ പക്കലുള്ളത്. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നിങ്ങൾ ഈ 10-ാമത്തെ സൂറ 28, 29 വചനം ഒന്ന് മറിച്ച് അർത്ഥം ഏത് പരിഭാഗങ്ങളും നോക്കുക. അപ്പോൾ അള്ളാഹുവിന് പങ്കാളികളാക്കിയവരെയും മുഷിക്കങ്ങളെയും, അതായത് പങ്കാളികൾ എന്ന് പറഞ്ഞാൽ ഷുറക്കാൾ, പങ്കാളികൾ ആക്കിയെന്ന് പറഞ്ഞാൽ മുശ്രിക്കീങ്ങൾ, ഇവരെ രണ്ടുപേരെയും നാളെ മഹശറിൽ അല്ലാഹു തആല വേർതിരിച്ച് നിർത്തുമ്പോൾ ഉടനെ ആ പങ്കാളി ആക്കപ്പെട്ടവർ, അതായത് ഈസാ നബി അതുപോലെയുള്ള എല്ലാവരും, അവരുടനെ പറയും, മാകുന്ന അന്നിബാദത്തിക്കുന്ന ഗാഫിലീൻ, നിങ്കുന്ന അന്നിബാദത്തിക്കുന്ന ഗാഫിലീൻ, നിങ്ങൾ ഞങ്ങളെ ഇബാദത്ത് ചെയ്തവർ ഞങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ച കാര്യം ഞങ്ങൾ അറിയുകയില്ല. മാന്യ മുസ്ലിം സഹോദരങ്ങളെ,
ഈസാ നബി അലൈഹി സ്വലാം ഇവിടെ വന്ന് 7 കൊല്ലോ 40 കൊല്ലോ അദ്ദേഹത്തെ വിളിച്ച് പ്രാർത്ഥിച്ചെല്ലാം അദ്ദേഹം അറിഞ്ഞുകൊണ്ട് നാളെ മാഴ്ചയിൽ ഇത്ര വലിയ കളവ് പറയുമെന്നാണോ നാം വിശ്വസിക്കേണ്ടത്? പരിശുദ്ധ ഖുർആൻ വിശ്വസിക്കുന്നവർക്ക് നിങ്ങളുടെ ഈ കഥ വിശ്വസിക്കുവാൻ സാധ്യമാണോ? കഥ ഒരുപാട് വന്നിട്ടുണ്ട്, അതെനിക്കും അറിയാം. ഞാനും 10-15 കൊല്ലം കിതാബ് ഓതി കഥ പഠിച്ച ആളാണ്, വഴുത് പറഞ്ഞ ആളാണ്. എന്റെ മാന്യ മുസ്ലിം സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനാണ് നമുക്ക് മോക്ഷദായകമായ ഗ്രന്ഥം. ആ ഗ്രന്ഥം അനുസരിച്ച് നാം നോക്കുക. യൗമ യജ്മഉല്ലാഹു റുസുല ഫയഖൂലു മാദാ ഉജിബ്തും ഖാലൂ ലാ ഇൽമ ലനാ ഇന്നക അൻത അല്ലാമുൽ ഖുയൂബ്. 5-ാം സൂറ 110-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്രകാരം വിവരിക്കുന്നു. എല്ലാ റസൂൽമാരെയും ആ ദിവസത്തിൽ ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് അള്ളാഹു ചോദിക്കും, നിങ്ങൾക്ക് എന്താണ് ഉത്തരം നൽകപ്പെട്ടത്? അതായത് നിങ്ങളുടെ സമുദായം നിങ്ങൾക്ക് എന്ത് മറുപടി തന്നു? ഖാലൂ, അവർ പറയും, ലാ ഇൽമ ലനാ ഇന്നക അൻത അല്ലാമുൽ ഖുയൂബ്. ഞങ്ങളുടെ സമുദായം പിന്നീട് എന്തായി എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ റബ്ബേ, നിനക്കാണ് എല്ലാ മറഞ്ഞ കാര്യങ്ങളും അറിയാവുന്നത്. ഞങ്ങളുടെ സമുദായം പിന്നീട് എങ്ങോട്ടൊക്കെ പോയി എങ്ങനെല്ലാം വ്യതിചലിച്ചു എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഇതിനെ സ്പഷ്ടമായി സഹീഹ് ബുഖാരിയിൽ കിതാബ് തഫ്സീർ നിങ്ങൾക്ക് വായിക്കാം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദർശനത്തിൽ കണ്ടതായിട്ട് അദ്ദേഹം പറയുകയാണ്, ഞാൻ മൈഷയിൽ നിൽക്കുന്നതായിട്ട് അല്ലാഹുവിന്റെ ഹൗദുൽ കൗസറിന്റെ അടുക്കൽ നിൽക്കുന്നതായിട്ട് ഞാൻ എന്നെ കണ്ടു. അപ്പോൾ എന്റെ ഇടതുഭാഗത്തുകൂടി കുറെ ആളുകളെ സഭാന്യാക്കളായ മലക്കുകൾ തള്ളിക്കൊണ്ടുപോകുന്നു, അതായത് നരകത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഞാൻ നോക്കിയപ്പോൾ എന്റെ സഹാബിമാരിൽ ചിലരാണത്. ഉസയാബി ഉസയാബി എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു. അപ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറയപ്പെട്ടു, ഓ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഓ മുഹമ്മദ്, നീ അവരെ വിട്ടുപിരിഞ്ഞതിന് ശേഷം ഇവർ മുർത്തദ്ദായി പോയി, അതുകൊണ്ടാണ് ഇവരെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്രകാരം പറയും, ഫഖൂലു കമാ ഖാലൽ അബ്ദുസ് സാലിഹ് ഈസ ഇബ്നു മറിയം, അള്ളാഹുവിന്റെ നല്ല അടിമയായ ഈസ ഇബ്നു മറിയം പറഞ്ഞതുപോലെ ഞാൻ പറയും. വകുന്തു അലൈഹിം ഷഹീദൻ മാ ദുംതു ഫീഹിം ഫലമ്മാ തവഫൈതനീ കുന്ത അൻത റഖീബ അലൈഹിം വഅൻത അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. ഞാൻ അവരിലുണ്ടായിരുന്ന കാലമത്രയും അവരുടെ മേൽ ഞാൻ സാക്ഷിയായിരുന്നു. പിന്നീട് നീ എന്നെ മരിപ്പിച്ചപ്പോൾ നീ തന്നെയാണ് അവരുടെ മേൽനോട്ടക്കാരൻ എന്ന് ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞതുപോലെ ഞാൻ പറയുമെന്ന് അള്ളാഹുവിന്റെ റസൂലായ മുഹമ്മദ് മുസ്തഫ തിരുമേനി പറഞ്ഞിരിക്കുന്നു. ഇത് സഹീഹ് ബുഖാരിയിൽ കിതാബ് തഫ്സീർ സൂറ മാഇദയുടെ ഈ ആയത്തിന്റെ വ്യാഖ്യാനമായിട്ട് തന്നെ ബുഖാരി ഇമാം എടുത്തെഴുതി. എല്ലാവർക്കും ബുഖാരി വായിക്കുന്നവർക്കറിയാമെന്ന് മാത്രമല്ല, ഈ കാര്യം തന്നെ അമാനി മൗലവി സാഹിബും ഫലമ്മാ തൗഫൈതനീ, നീ എന്നെ പൂർണ്ണമായി പിടിച്ചെടുത്തപ്പോൾ എന്ന അർത്ഥം എഴുതിക്കൊണ്ട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ആ മലയാള പരിഭാഷയുടെ 914 പേജിൽ അദ്ദേഹം ഈ ചരിത്രം പറയുന്നു. ആ ചരിത്രം പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ വാക്കിനെ അദ്ദേഹം അറബിലും ചേർക്കാതെ ഫലമ്മാ തവഫൈതനി വകുന്തു അലൈഹിം ഷഹീദൻ മാ ദുംതു ഫീഹിം ഫലമ്മാ തവഫൈതനി എന്ന് ഖുർആൻ ചേർക്കാതെ ദാഷിച്ചു. അപ്രകാരം തന്നെ അദ്ദേഹം അർത്ഥം എഴുതിയപ്പോഴും ഞാൻ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന കാലം അത്രയും അവരുടെ മേൽ ഞാൻ സാക്ഷിയാണ്, പിന്നെ നീ എന്നെ വഫാത്താക്കിയപ്പോൾ എന്ന് അർത്ഥം പറയാതെ അവിടെ ദാഷിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. കാരണം അദ്ദേഹം അതിന്റെ അർത്ഥവും കൂടെ എഴുതുകയാണെങ്കിൽ, ഈ ഹദീസിന്റെ അർത്ഥവും കൂടെ എഴുതുകയാണെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതുപോലെ ഈസാ നബി അലൈഹിസ്സലാമും വഫാത്തായി എന്ന് അദ്ദേഹം എഴുതേണ്ടി വരും. അപ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ ദാഷിക്ക് മാറി. നിങ്ങൾ നോക്കുക, ഖുർആൻ വിവരണം 914 പേജാണ്, നിങ്ങൾക്ക് നേരിൽ അറിയാം. അപ്പൊ ഈ ഇപ്രകാരം ഈ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വ്യാഖ്യാനം പോലും നാം അവഗണിച്ചുകൊണ്ട് ഫലമ്മാ തവഫൈതനി എന്നതിനെ പൂർണ്ണമായി പിടിച്ചെടുത്തപ്പോൾ എന്നെല്ലാം അർത്ഥം പറയുകയാണെങ്കിൽ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അല്ലാഹു തആല പൂർണ്ണമായി പിടിച്ചെടുത്തു എന്നാണോ? ഇനി ഖുർആനും ഹദീസുകളും വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും ഉണ്ടല്ലോ, അവരോട് ഞാനൊന്ന് ചോദിക്കട്ടെ. ഖുർആൻ വിശ്വസിക്കുന്നവർക്ക് ഖുർആൻ പ്രമാണം, ഹദീസ് വിശ്വസിക്കുന്നവർക്ക് ഹദീസ് പ്രമാണം. ഇത് രണ്ടും വിശ്വസിക്കാത്തതായ ആളുകൾക്ക് അള്ളാഹു നിങ്ങൾക്ക് ബുദ്ധി തന്നിട്ടുണ്ടല്ലോ. ഈസാ നബി അലൈഹിസ്സലാം ഈ ലോകത്ത് വന്ന് 7-40 കൊല്ലം അദ്ദേഹം രണ്ടഭിപ്രായമുണ്ട്. അതുകൊണ്ടാണ്
കുറഞ്ഞ 7 കൊല്ലം അദ്ദേഹം ഇതെല്ലാം തച്ചെടുത്ത് നാളെ മത്സരയിൽ ചെന്നുകൊണ്ട് ഞാൻ അവരിലുണ്ടാകുന്ന കാലം അത്രയും അവരുടെ മേൽ ഞാൻ സാക്ഷിയാണ്, അവരെന്നെ എന്റെ ഉമ്മയോ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല, ആരാധിച്ചിട്ടില്ല എന്ന് അദ്ദേഹം കളവ് പറയുമോ? ഒന്ന്. രണ്ടാമത്, അള്ളാഹു നാളെ മത്സരയിൽ വെച്ചാണ് വിചാരണ ചെയ്യുന്നത്. ആ വിചാരണ ചെയ്യുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ വന്ന് അള്ളാഹുവിന്റെ കലാം അദ്ദേഹം പഠിക്കുന്നു. അള്ളാഹു ഇന്നത് ചോദിക്കും, ഞാൻ ഇന്നത് മറുപടി പറയുമെന്ന് അള്ളാഹു തന്നെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇവിടെ വെച്ച് തന്നെ അള്ളാഹു ചോദിക്കുന്നതിനെയും അദ്ദേഹം മറുപടി പറയുന്നതിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ അദ്ദേഹത്തെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് നാളെ മത്സരയിൽ വെച്ച് അങ്ങനെ ചോദ്യോത്തരവാണെങ്കിൽ അതൊരു വഞ്ചനയല്ലേ സഹോദരങ്ങളെ? ഏതെങ്കിലും ഒരു ജഡ്ജി, ഒരു ന്യായാധിപൻ താൻ നാളെ വിസ്തരിക്കാൻ പോകുന്നതായ കക്ഷിയോട് നീ എന്നെ ഇന്ന തലേനാൾ വീട്ടിൽ വന്നാൽ ഞാൻ എല്ലാം നിനക്ക് പറഞ്ഞുതരാം, നീ ഇന്നതാണ് നിന്നോട് ഞാൻ ചോദിക്കുന്നത്, നീ ഇന്ന പ്രകാരം മറുപടി പറഞ്ഞാൽ നിന്നെ ഞാൻ കേസിൽ നിന്ന് വിട്ടേക്കാം എന്ന് ഏതെങ്കിലും ഒരു ന്യായാധിപൻ ലോകത്ത് പറയുമോ? വക്കീലന്മാർ പറഞ്ഞു കൊടുക്കുന്ന അത് വേറെ കാര്യം. ഇത് ഞാൻ പറയുന്നത് ന്യായാധിപൻ, അതായത് ജഡ്ജ്, അയാൾ വിസ്തരിക്കാൻ പോകുന്ന പിറ്റേ ദിവസം വിസ്തരിക്കാൻ പോകുന്ന ഒരാളിനെ തലേ ദിവസം അയാൾ വീട്ടിൽ വരുത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ഇന്നത് ചോദിക്കും, നീ ഇന്നപോലെ മറുപടി പറഞ്ഞാൽ നിന്നെ ഞാൻ കേസിൽ നിന്ന് ഒഴിവാക്കാം, നിന്നെ വിമോചിതനാക്കാം എന്ന് പറയുമോ സഹോദരങ്ങളെ? ഇല്ലെങ്കിൽ ഹുക്കമുൽ ഹാക്കിമായ എല്ലാ ന്യായാധിപന്മാരെക്കാൾ ഏറ്റവും വലിയ ന്യായാധിപനായ അള്ളാഹു ഈസാ നബി അലൈഹിസ്സലാമിനെ ഈ ലോകത്ത് വെച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നു. വൈദക്കാൽ അല്ലാഹു യാ ഈസാ ഇബ്നു മറിയമ അൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വഉമ്മി ഇലാഹൻ മിൻ ദൂനില്ലാഹ്. ഞാൻ നിന്നോട് ചോദിക്കും, അള്ളാഹു ചോദിക്കുന്ന സന്ദർഭം, നീ എന്നെയും എന്റെ ഉമ്മയെയും 2 ഇലാഹുകളാക്കുക എന്ന് നീ ജനങ്ങളോട് പറഞ്ഞു, അപ്പോൾ നീ ഇന്നതൊക്കെ മറുപടി പറഞ്ഞാൽ നിന്നെ ഞാൻ മോചിതനാക്കാം, നിന്നെ ഞാൻ വിട്ടേക്കാം എന്ന് ഹുക്കമുൽ ഹാക്കിമായ അള്ളാഹു തആലയോട് ചേർക്കാൻ ഒക്കുമോ? ഇത് ബുദ്ധി ഉപയോഗിച്ച് നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ ലോകത്ത് ആര് മടങ്ങി വന്നാലും ആരും മടങ്ങി വരികയില്ല, മരിച്ചവരാരും ഈ ലോകത്തേക്ക് മടങ്ങി വരികയില്ല. ഈസാ നബി അലൈഹിസ്സലാം തീരെ മടങ്ങി വരുവാൻ സാധ്യമല്ല ഈ ആയത്ത് ഖുർആനിലുള്ള കാലത്തോളം. അപ്പൊ എത്രയും വ്യക്തമായിട്ട് ഞാനിത് ദീർഘിച്ച് പറയുകയല്ല. എന്റെ മുസ്ലിം സഹോദരങ്ങളെ, 4 വിധത്തിൽ ഈസാ നബി അലൈഹിസ്സലാം മരിച്ചുപോയി എന്ന് ഖുർആൻ 30 ആയത്തുകൾ നമുക്ക് പഠിപ്പിച്ചിരുന്നു. അതിലൊന്ന് മാത്രമേ ഞാനിപ്പോൾ പറഞ്ഞുള്ളൂ. മറ്റൊന്ന് 2 വിധത്തിൽ തെറ്റായി ആരാധിക്കപ്പെടുന്നു എന്ന നിലയിലും മറിയമിന്റെ മകനായ ഈസാ എന്ന നിലയിലും അദ്ദേഹം മരിച്ചുപോയി. മൂന്നാമത് അദ്ദേഹം അള്ളാഹുവിന്റെ ഒരു റസൂലാണ്. ഖുർആൻ പറയുന്നു, മൽ മസീഹ് ഇബ്നു മറിയമ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ വഉമ്മു സിദ്ദീഖത്തുൻ കാനാ യഅകുലാനി തആം വയ്യനല്ലാഹു അസ്സ വജൽ. മൽ മസീഹ് ഇബ്നു മറിയമ, മറിയമിന്റെ മകനായ മസീഹ് അല്ല, ഇല്ലാ റസൂലും, റസൂൽ അല്ലാതെ അല്ല, റസൂൽ മാത്രമാണ്, റസൂൽ തന്നെയാണ്. ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ, അദ്ദേഹത്തിന് മുമ്പുള്ളതായ മുർസലീങ്ങൾ, റസൂൽമാർ കാലഗതി അടഞ്ഞു. ഖല എന്നതിന്റെ അർത്ഥം ഞാൻ പറയാം. ഇപ്പൊ സാഹിത്യത്തിൽ കാലഗതി അടഞ്ഞു. ഉമ്മു സിദ്ദീഖത്തും കാനാ യഅകുലാനി തആം, അദ്ദേഹത്തിന്റെ ഉമ്മ സിദ്ദീഖത്താണ്. അതാണ് മറിയം സിദ്ദീഖ എന്ന് നമ്മൾ പറയുന്ന സത്യവതിയാണ്. കാനാ യഅകുലാനി തആമ, 2 പേരും ആഹാരം കഴിച്ചിരുന്നു. കാനാ യഅകുലാനി തആം, 2 പേരും മനുഷ്യരാണ്. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാമിന് മുമ്പുള്ള റസൂൽമാർ, റുസുല് എന്ന് പറഞ്ഞ് നിങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, യൗമ യജ്മഉല്ലാഹു റുസുല, 5-ാം സൂറ 110-ാമത്തെ ആയത്തിൽ അവിടെയും അർറുസുല്, എല്ലാ റസൂൽമാരെയും അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടും. അവിടെ ഏതാണ്ട് റസൂൽമാരെന്ന് വെച്ചാലോ കുറെ റസൂൽമാരെന്ന് അർത്ഥം പറഞ്ഞാലോ ഒക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈമാൻ കാര്യത്തിൽ റുസുലിഹി, എല്ലാ റസൂൽമാരെ കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏതാനും റസൂലെന്നോ അല്ലെങ്കിൽ ചില റസൂലെന്നോ അല്ല, എല്ലാവരെയും. അപ്പൊ യൗമ യജ്മഉല്ലാഹു റുസുല എന്ന് പറഞ്ഞ അതേ പ്രയോഗം തന്നെയാണ് ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുലു, അദ്ദേഹത്തിന് മുമ്പുള്ളതായ എല്ലാ റസൂൽമാരും കാലഗതി അടഞ്ഞു. അദ്ദേഹത്തിന്റെ ഉമ്മ സത്യവതിയാണ്, 2 പേരും ആഹാരം കഴിക്കുന്നവരായിരുന്നു. അപ്പൊ 5-ാം സൂറ 75-ാമത്തെ ആയത്തിൽ ഇത് പറഞ്ഞിരിക്കെ ഇനി ഈസാ നബി അലൈഹിസ്സലാം ജീവിച്ചിരിക്കുന്നു എന്ന് പറയുവാൻ ഒരു ന്യായവുമില്ല. ഇനി ആരെങ്കിലും അങ്ങനെ ന്യായം പറഞ്ഞാൽ അങ്ങനെ പറയുന്നവർക്ക് അള്ളാഹുവിനെല്ലാം അറിയാവല്ലോ. പറയുന്നവരോട് ഖുർആനിലേക്ക് മടങ്ങിക്കൊണ്ട് അവർ നോക്കുവാൻ 3:146 അള്ളാഹു പറയുകയാണ്,
വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫഇൻ മാത ഖുതില ഗലബത്തും അലാ അഖാബിക്കും. സൂറ ആല ഇംറാൻ 3-ാമത്തെ അധ്യായം 154-ാമത്തെ ആയത്ത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ അല്ലാതെ എല്ലാ റസൂൽ മാത്രമാണ്, റസൂൽ തന്നെയാണ്. അദ്ദേഹത്തിനു മുമ്പുള്ള എല്ലാ റസൂൽമാരും മരണമടഞ്ഞു എന്ന് പറഞ്ഞാൽ ഖലാഫുലാനും നിലാമാത്ത. ഒരു മനുഷ്യൻ ഖല എന്ന് പറഞ്ഞാൽ മരിച്ചു എന്ന അർത്ഥമല്ലാതെ മറ്റൊന്നുമില്ല. അതിനാണ് സാഹിത്യത്തിൽ കാലഗതി അടഞ്ഞു എന്ന് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ കാലം ചെയ്തു, അല്ലെങ്കിൽ ചരമം അടഞ്ഞു എന്നെല്ലാം നാം പറയുന്നതിന്റെ അറബാണ് ഖല. ഖല എന്ന് പറയുന്നതായ മാതിയായ പേരിന് കർത്താവ് മനുഷ്യനും കാലത്തെ കുറിക്കുകയും ചെയ്താൽ മരിച്ചു എന്നല്ലാതെ മറ്റൊരർത്ഥമില്ല. ആ മരണം അഫയും മാറ്റ ഒക്കുത്തില്ല, പ്രകൃതി അനുസരണമായ നിലയിൽ മരിക്കുക, അല്ലെങ്കിൽ ശത്രുവരങ്ങൾ കൊല്ലപ്പെടുകയോ ചെയ്യുക. എന്നാൽ ഈസാ നബി അലൈഹി സ്വലാം വമാ ഖതലൂഹു, അദ്ദേഹത്തെ ശത്രുക്കൾക്ക് ഒഴിവാക്കാൻ സാധിച്ചില്ല എന്ന് ഖുർആൻ പറയുന്നു. അപ്പൊ എത്ര വ്യക്തമായിട്ട് അദ്ദേഹം പ്രകൃതി അനുസരണമായ നിലയിലാണ് ഖല ആയത്, അതായത് ചരമടഞ്ഞത് എന്ന്. മാന്യമുസ്ലിം സഹോദരങ്ങളെ, ഇവിടെ ഒരു കാര്യവും ഇവിടെ നിങ്ങൾ ഓർക്കുക. അള്ളാഹുവിന് വേണ്ടി നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആനെ ഒന്ന് സശ്രദ്ധം കേൾക്കുക. അള്ളാഹുവിന്റെ ഖുർആനാണ്, ആർക്കും മാറ്റിമറിക്കുവാൻ സാധിക്കാത്തതും ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നതും ജീവൽ ഭാഷയായ അറബിയിൽ അള്ളാഹു തആല അവതരിപ്പിച്ചുമാണ്. അപ്പൊ മുഹമ്മദ് മുസ്തഫ തിരുമേനിക്ക് മുമ്പുള്ളതായ എല്ലാ റസൂൽമാരും മരിച്ചു എന്ന് പറഞ്ഞാൽ പ്രത്യേകം ഈസാ നബി അലൈഹി സ്വലാം അല്ലേ ഇതിൽപ്പെടുന്നത്? കാരണം ഈസാ നബി അലൈഹി സ്വലാമിന് മുമ്പുള്ള എല്ലാ റസൂൽമാരും മരിച്ചു എന്ന് 5:75 പറയുന്നു. പിന്നെ ഒരു തെറ്റായ വിശ്വാസം വന്നിരിക്കുന്ന ഈസാ നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ചാണ്. അപ്പോൾ അല്ലാഹു പറയുന്നു മുഹമ്മദ് നബിക്ക് മുമ്പുള്ള എല്ലാ റസൂൽമാരും മരിച്ചു എന്ന് പറയുമ്പോൾ ഒന്നാമത് ഈസാ നബി അലൈഹി സ്വലാമാണ് വരുന്നതെന്ന് വളരെ ഒന്നും വ്യാഖ്യാനമില്ലാതെ ഏവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ഇന്ന് മാത്രമല്ല, പ്രവാചകന്മാരെയൊക്കെ അല്ലാഹു തആല നൽകിയിരിക്കുന്നതായ അവരുടെ പ്രകൃതിയെപ്പറ്റി ഖുർആൻ ആവർത്തിച്ച് പറയുന്നു. 21-ാം സൂറ 25-ാമത്തെ സൂറയിൽ മുഹമ്മദ് മുസ്തഫ തിരുമേനി ആഹാരം കഴിക്കുകയും അങ്ങാടിയിൽ നടക്കുകയും ചെയ്യുന്നതിനെ പറ്റിയെല്ലാം ആക്ഷേപിച്ചു. അതിന് സൂറ അംബിയായിൽ തന്നെ അള്ളാഹു ആദ്യമേ മറുപടി പറഞ്ഞിരുന്നു. പിന്നെ സൂറ ഫുർഖാനിൽ തന്നെയും അള്ളാഹു തആല അതിന് മറുപടി പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ സൂറ അംബിയായിലെ 8-ാമത്തെ ആയത്തിൽ ഇപ്രകാരം നിങ്ങൾക്ക് വായിക്കാം: വമാ ജഅൽനാഹും ജസദൻ ലാ യഅകുലൂന അത്താമ വമാ കാനൂ ഖാലിദീൻ ബയ്യനല്ലാഹു അസ്സ വജൽ. നാം അവരെ ഭക്ഷണം കഴിക്കാത്തതായി ശരീരങ്ങളാക്കിയിട്ടില്ല. വമാ ജഅൽനാഹും, ആ പ്രവാചകന്മാരെ നാം ആക്കിയിട്ടില്ല, ജസദൻ ശരീരം, ലാ യഅകുലൂന തആം ഭക്ഷണം കഴിക്കാത്തതായി ശരീരമാക്കിയിട്ടില്ല. വമാ കാനൂ ഖാലിദീൻ, അവർ അസാധാരണമായി ദീർഘകാലം ജീവിച്ചിരിക്കുന്നവരുമല്ല. ഖുർആനാണ് പറഞ്ഞത് 21-ാം സൂറ 8-ാമത്തെ ആയത്ത്. അപ്പൊ ഈസാ നബിയും മാതാവും ഭക്ഷണം കഴിക്കുന്നവരായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാത്ത ശരീരം നാം പ്രവാചകന്മാർക്ക് ആക്കിയിട്ടില്ല എന്ന് പൊതുവെ അള്ളാഹു പറഞ്ഞുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിക്കുകയും അങ്ങാടിയിൽ നടക്കുകയും ചെയ്തതിനെ മക്കായിലെ ശത്രുക്കൾ ആക്ഷേപിച്ച ആക്ഷേപവും അതിന് മറുപടിയും ഖുർആൻ പറയുകയാണ്. അവരുടെ ആക്ഷേപം പ്രകാരം: വഖാലൂ മാ ലിഹാദർ റസൂലി യഅകുലു അത്താമ വയംശി ഫിൽ അസ്വാഖ്. അവരുടെ വാക്കാണ്. വഖാലു, അവർ പറഞ്ഞു, മാ ലിഹാദർ റസൂലി, യവൻ എന്ത് റസൂലാണ്? അതായത് മുഹമ്മദ് നബിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയാ, യഅകുലു അത്താമ വയംശി ഫിൽ അസ്വാഖ്, യവൻ ആഹാരം കഴിക്കുകയും അങ്ങാടിയിൽ നടക്കുകയും ചെയ്യുന്നുവല്ലോ, ഇവരുടെ റസൂലാകുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചതിന് ഈ ആക്ഷേപത്തിന് മറുപടി ഇതേ അധ്യായത്തിൽ തന്നെ അള്ളാഹു പറയുന്നത് ഇപ്രകാരമാണ്. അതായത് ഖുർആൻ അതേ അധ്യായത്തിൽ തന്നെ അള്ളാഹു തആല പറയുകയാണ് ഇപ്രകാരം: വമാ അർസൽനാ ഖബ്ലക മിനൽ മുർസലീന ഇല്ലാ ഇന്നഹും ലയകുലൂന അത്താമ യംശൂന ബിൽ അസ്വാഖ് ബയ്യനല്ലാഹു അസ്സ വജൽ. ഓ മുഹമ്മദ് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിനക്ക് മുമ്പ് ദൂതന്മാരിൽ ആരെയും ഭക്ഷണം കഴിക്കുകയും അങ്ങാടിയിൽ നടക്കുകയും ചെയ്യുന്നവരായിട്ടല്ലാതെ നാം നിയോഗിച്ചിട്ടില്ല. എന്റെ മാന്യ മുസ്ലിം സഹോദരങ്ങളെ, നിങ്ങളോട് ഏത് ഭാഷയിലാണ് പറയേണ്ടത്? പരിശുദ്ധ ഖുർആൻ വിശ്വസിക്കുന്ന നിങ്ങൾ ഈ 25-ാം സൂറ 21-ാമത്തെ ആയത്തൊന്ന് മറിച്ചു നോക്കൂ. വമാ അർസൽനാ ഖബ്ലക മിനൽ മുർസലീന ഇല്ലാ ഇന്നഹും ലയകുലൂന അത്താമ വയംശൂന ബിൽ അസ്വാഖ്. ഓ ഹബീബായ മുഹമ്മദ് നബിയെ, നിനക്ക് മുമ്പ് ദൂതന്മാരിൽ ആരെയും
ഭക്ഷണം കഴിക്കുകയും അങ്ങാടിയിൽ നടക്കുകയും ചെയ്യുന്നവരായിട്ടല്ലാതെ നാം നിയോഗിച്ചിട്ടില്ല. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാമിനെ പറ്റി അള്ളാഹു മറന്നുപോയോ? ഈസാ നബി അലൈഹി സ്വലാം മുഹമ്മദ് നബിക്ക് മുമ്പ് വന്നതായ ഒരു റസൂലല്ലേ? ഈ കണ്ടിത നിയമം ഈസാ നബിക്ക് ബാധകമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദിൽ കൊല്ലപ്പെട്ടു പോയി എന്ന കിംവദന്തി വരുന്നപ്പോൾ ആ യുദ്ധവേളയിൽ അവതരിച്ചതായ ആയത്ത് ഞാൻ നേരത്തെ ഓതിയതായ ആൽ-ഇംറാൻ 3-ാം സൂറ 154-ാമത്തെ ആയത്ത്. അങ്ങനെ മുഹമ്മദ് മുസ്തഫ തിരുമേനി അബോധാവസ്ഥയിൽ നിന്ന് ബോധം കിട്ടി ഈ ആയത്ത് അവതരിച്ച് അത് ഓതി സ്ഥലത്ത് വെച്ച് തന്നെ അത് ഓതി കേൾപ്പിച്ചു. പിന്തിരിഞ്ഞു പോയവർ മടങ്ങി വരികയും മുസ്ലിമീങ്ങളെ നബിയുടെ സഹാബിമാര് മുഹമ്മദ് നബി വഫാത്തായിട്ടില്ല എന്ന് സന്തോഷം കിട്ടുകയും ചെയ്തു. ആ സന്ദർഭം അങ്ങനെ കഴിഞ്ഞു. എന്നാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഥാർത്ഥത്തിൽ 63-ാമത്തെ വയസ്സിൽ വഫാത്തായപ്പോൾ നബി മരിച്ചെന്ന് പറയുന്നവരെ ഞാൻ കൊന്നുകളയുമെന്ന് ശപഥം ചെയ്തിരുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഈ അഭിപ്രായമുള്ള മറ്റവരോടും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓതി കേൾപ്പിച്ച ഈ ആയത്താണ്. അതിനെ വിശദീകരിച്ച് ബുഖാരിയിൽ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു. വമൻ കാന മിൻകും യഅ്ബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്. നിങ്ങളിൽ ആരാണോ അള്ളാഹുവിനെ ആരാധിക്കുന്നത് അള്ളാഹു ഒരിക്കലും മരിക്കയില്ല, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. വമൻ കാന മിൻകും യഅ്ബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത. നിങ്ങളിൽ ആരാണോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാധിക്കുന്നത് ഇതാ മുഹമ്മദ് നബി മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ഓതിയതായ ആയത്തിലാണ് അലാ തസ്മഉ വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹിർ റുസുൽ അഫഇൻ മാത ഔ ഖുതില ഇൻഖലബതും അലാ അഅഖാബികും ഇലാ ആഖിരിൽ ആയാത്ത് ബയ്യനല്ലാഹു അസ്സ വജൽ. ഈ ആയത്തിന്റെ അവസാനം വരെ ഓതി കേൾപ്പിച്ചുകൊണ്ട് അയ്യുൽ ഹാലിഫ് ഉസ്കുത്ത് മനുഷ്യ, സത്യം ചെയ്ത് ശപഥം ചെയ്ത് പറയുന്ന മനുഷ്യ, മുഹമ്മദ് നബി മരിച്ചുപോയെന്ന് പറയുന്നവരെ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് വാൾ ഊരിപ്പിടിച്ചിരിക്കുന്നതായ ഉമരെ, നിങ്ങൾ നടങ്ങുക. നിങ്ങൾ ഇത് കേട്ടിട്ടില്ലേ? ഖുർആൻ വായിച്ചിട്ട് ഖുർആൻ കേട്ടിട്ടില്ലേ? മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂൽ മാത്രമാണ്, റസൂൽ അല്ലാതെയല്ല. അദ്ദേഹത്തിനു മുമ്പുള്ളതായ റസൂൽമാർ കാലഗതി അകന്നു. അദ്ദേഹം മരിക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ അതിന് വിപരീതമായി നിങ്ങൾ മടമ്പകാലിൽ പിന്മടങ്ങുമോ? ഇത് കേട്ട മാത്രയിൽ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ലം അസ്മഅ ഹാദിഹിൽ ആയത്ത് മുൻപ് ഖത്ത്. അള്ളാഹുവിനെ തന്നെയാണ് ഈ ആയത്ത് മുമ്പ് ഞാൻ കേൾക്കാത്തവനെ പോലെ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞ് വിറച്ച് വാൾ താഴ്വീഴുകയും താൻ അബോധാവസ്ഥയിലാകുകയും പിന്നെ ബോധം തെളിഞ്ഞതിന് ശേഷം ഈ ആയത്ത് അന്ന് അവതരിച്ചതുപോലെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ അഭിപ്രായക്കാരും ഈ ആയത്ത് അങ്ങനെ ഓതിക്കൊണ്ട് അങ്ങാടിയെ കൂടി ഈ ആയത്ത് ഓതിക്കൊണ്ട് നടന്നുകൊണ്ട് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. ഇതുപോലെ മുൻ റസൂൽമാർ വഫാത്തായതുപോലെ തങ്ങളും വഫാത്തായി എന്ന് മാന്യ മുസ്ലിം ലോകങ്ങളെ സഹാബിമാരുടെ ഇടയിൽ ആദ്യമായി ഇജ്മാ, അതായത് സർവേനെയും സമ്മതിച്ചതായ ഒരു കാര്യം മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതുപോലെ മുൻ വന്നതായ എല്ലാ പ്രവാചകന്മാരും വഫാത്തായി. നിങ്ങൾക്ക് അല്ലാഹു തആല ബുദ്ധി തന്നിട്ടില്ലേ? ഈ കാലം ജീവിച്ചിരിക്കുന്നുവെന്ന സഹാബിമാരിൽ ആർക്കെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കേണ്ട സന്ദർഭമല്ലേ അത്? ഓ അബൂബക്കർ, താങ്കൾ പറയുന്നുവല്ലോ മുഹമ്മദ് നബി വഫാത്തായി മുൻപുള്ള വഫാത്തായതുപോലെ, എന്നാൽ ഈസാ നബി അലൈഹി സ്വലാം ജീവിച്ചിരിക്കുന്നില്ലേ? അതുപോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുനാജാത്തിലാണ്. ഇതാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം. മൂസാ നബി അലൈഹി സ്വലാം തൂരിസിനായിലേക്ക് പോയതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുനാജാത്തിൽ ഒരു ദർശനത്തിൽ കിടക്കുകയാണ്, അല്ല മരിച്ചതല്ല എന്ന്. അപ്പൊ 2000 കൊല്ലം മുമ്പുള്ള, അതായത് മുഹമ്മദ് നബിക്ക് 2000 കൊല്ലം മുമ്പുള്ള മൂസാ നബി അലൈഹി സ്വലാമിന് മുനാജാത്തുണ്ടായതുപോലെ, അതായത് തൂരിസിനായിൽ പോയി അള്ളാഹുവിനെ കണ്ടുപോലെ, അതുപോലെ മുഹമ്മദ് നബിയും മുനാജാത്തിൽ കിടക്കുകയാണ് എന്ന്. എന്നാൽ നേരെ 500 കൊല്ലം മുമ്പുള്ള ഈസാ നബി അലൈഹി സ്വലാം ജീവിച്ചിരിക്കുന്ന പോലെ മുഹമ്മദ് നബിയും ജീവിച്ചിരിക്കുകയാണ്, പക്ഷേ ഇപ്പോൾ ഒരു മുനാജാത്താണെന്നാണോ പറഞ്ഞത്? കൂടെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചൂടെ, ഈസാ നബി ജീവിച്ചിരിക്കുന്ന പോലെ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ജീവിച്ചിരുന്നൂടെ എന്ന്. എന്നാൽ തിരുമേനിക്ക് മുൻപുള്ള റസൂൽമാർ മരിച്ച പോലെ തിരുനബി മരിച്ചിരിക്കുന്നു എന്നാണ് ഈ ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ബഹുമാന്യരായ സഹാബിമാരുടെ ഐകാന്ത്യേനയുള്ള തീരുമാനവും
മുമ്പുള്ള റസൂൽമാർ മരിച്ച പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു എന്ന് തന്നെയാണ് തഫ്സീറുകൾ നോക്കുക. മേലെഴുതിയ ആയത്തുകളിൽ ഒന്നിലും ഇല്ലാ ഈസ ഇങ്ങനെ ഖുർആൻ പറയുമായിരുന്നു. ഈസാ നബി അലൈഹി സ്വലാം ഒഴിവാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഇല്ല ഈസ ഇസ്തിഥിന എന്ന് പറയും, ഒഴിവാക്കുക എന്ന് പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഇനി മനുഷ്യനെന്നുള്ള നിലയിൽ ഞാൻ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. നാലാമത്തെ നില അദ്ദേഹം മനുഷ്യപുത്രനാണ്. ഈസാ നബി അലൈഹി സ്വലാം മനുഷ്യനാണ്. അക്കാര്യം ബൈബിളിലും പറയുന്ന സന്ദർഭം പോലെ ഞാൻ പറയാം. ഖുർആനിൽ എല്ലാ പ്രവാചകന്മാരും മനുഷ്യരാണെന്നാ പറയുന്നത്. ഇപ്രകാരം കാലത്തിലും റുസുലും ഇന്നാനും ഇല്ലാ ബശറും മിഥ്ലുക്കും ബയ്യനല്ലാഹു അസ്സ വജൽ. അവരുടെ ദൂതന്മാർ അവരോട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെപ്പോലെയുള്ള മനുഷ്യർ മാത്രമാണ്. 14-ാം സൂറ 12-ാമത്തെ ആയത്ത് നോക്കുക. ഈസാ നബി അലൈഹി സ്വലാമും ഇപ്രകാരം തന്നെ പറഞ്ഞു. ഖാത്തമുൻ നബിയിനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളും കുൽ ഇന്നമാ അന ബശറും മിഥ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെയുള്ള മനുഷ്യൻ മാത്രമാണ്. ഈസാ നബിയും ഇപ്രകാരം തന്നെ പറഞ്ഞു. ബൈബിൾ നോക്കുക. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 40-ാം വചനത്തിൽ അദ്ദേഹം പറഞ്ഞാണ്, ദൈവത്തോട് കേട്ടിട്ടുള്ള സത്യം നിങ്ങളോട് സംസാരിക്കുന്ന മനുഷ്യനായ എന്ന് നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നുവോ? അപ്പൊ മനുഷ്യനായ ഇത് ക്രിസ്ത്യാനികളോട് സംസാരിക്കുമ്പോൾ ഇതിന് ഉപോത്ബലകമായിട്ട് പലരും ഉണ്ട്. ഞാനിപ്പോൾ മുസ്ലിമുകളായ നിങ്ങളോട് ഞാനും വിശ്വസിക്കുന്നു ഈസാ നബി അലൈഹി സ്വലാം മനുഷ്യനാണെന്ന്. അപ്പൊ മനുഷ്യൻ അല്ലാഹു തആല നൽകിയിരിക്കുന്ന അഖണ്ഡിതമായ നിയമം, അതായത് മാറ്റമില്ലാത്ത നിയമം, വലക്കും വില്ലി മുസ്തഖറുവ മത്താവുന്നില്ലാഹീൻ, ഓ മനുഷ്യരെ നിങ്ങൾക്ക് ഭൂമിയിൽ തന്നെയാണ് താമസവും ഒരു കാലയളവോളം ജീവിത വിഭവങ്ങളും ഭൂമിയിൽ തന്നെയാണ്. 7:24. തുടർന്നുകൊണ്ട് അള്ള പറയുന്ന കാല ഫിയാ തഹിയൗലോ ഫിയാ തമൂത്തുവൻ. അള്ള പറഞ്ഞിരിക്കുന്നു, അതായത് പണ്ഡിതന്മാർ പറയുന്നത് നിങ്ങൾ കേൾക്കണ്ട. അള്ള പറഞ്ഞു ഫിഹാ തഹിയൗലോ ഫിയാ തമൂത്തുവൻ, നിങ്ങൾ ഈ ഭൂമിയിൽ തന്നെ ജീവിക്കും, ഭൂമിയിൽ തന്നെ മരിക്കും. ആ ഭൂമിയിൽ ജീവിക്കുന്നത് എന്ന് ഖുർആൻ പറയുന്നു. അലം നജാലിലുള്ള കിഫാത്തൻ അഹിയാം വമ്പാത്ത, ഭൂമിയെ നാം ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ആകർഷകമായിട്ട് അത് ജീവനുള്ളവരെയും നിർജീവരെയും തന്നിൽ തന്നെ ആകർഷിക്കുന്നതായിട്ട് ഭൂമിയെ നാം ആക്കിയിരിക്കുന്നു. അപ്പം മരിച്ചാലും ജീവിച്ചിരുന്നാലും ഭൂമിയുടെ ആകർഷണം വിട്ട് എങ്ങും പോയി ജീവിക്കുവാൻ സാധ്യമല്ല. ഗോളങ്ങളിൽ യാത്ര ചെയ്തു, അത് മറ്റൊരു കാര്യം. ജീവിക്കുന്ന കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഭൂമിയുമായിട്ടല്ലാതെ എങ്ങും പോയി ജീവിക്കുന്നതിന് സാധ്യമല്ല. എവിടെയായിരുന്നാലും അസാധാരണ വയസ്സിൽ ജീവിച്ചിരിക്കുകയുമില്ല. അള്ളാഹുവിന്റെ ഖണ്ഡിത നിയമമാണ് ഇത്. പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ വായിക്കാൻ നോക്കുക. അള്ളാഹു പറയുന്നു, യാസീൻ സൂറത്ത് നമ്മൾ ഏവരും പോകുന്നതല്ലേ? എന്താണ് അതിന്റെ അർത്ഥം? വല്ലവനും നാം ദീർഘായുസ് നൽകുന്നതായാൽ നാം അവനെ പ്രകൃതിയെ കീഴ്മേൽ മറിക്കുന്നു. അപ്പോൾ അവർ ചിന്തിക്കുന്നില്ലേ? അള്ളാന്റെ ഖണ്ഡിതമായ നിയമ. അതിവാർദ്ധക്യത്തിൽ ഖുർആൻ പറയുകയാണ്, അറിവ് കൈവന്ന ശേഷം ഒന്നും അറിയാതിരിക്കുമാറു ആയുസിന്റെ ഏറ്റവും താഴ്ന്ന പടിയിലേക്ക്, അതായത് പടുവാർദ്ധക്യത്തിലേക്ക് തള്ളി വിടപ്പെടുന്നവരും നിങ്ങളിലുണ്ട്. ഒരു 60 കഴിഞ്ഞാൽ ചെറുപെറുപ്പ് അടിച്ച എല്ലാം മറന്നു പോകും. ഇത് അള്ളാഹുവിന്റെ നിയമമാണ്. ഖുർആൻ വീണ്ടും പറയുന്നു, പിന്നെ ശക്തിക്ക് ശേഷം ബലഹീനതയും വാർദ്ധക്യവും നരയും ഉണ്ടാക്കും. അള്ളാഹു മനുഷ്യന് ഇത് പ്രകൃതി അതാണെന്ന് പറയുന്നു. വീണ്ടും പറയുന്നു ഖുർആനിൽ ഇങ്ങനെ അനേകമായിട്ട്. ഞാൻ ഇനി മുസ്ലിം സഹോദരങ്ങളോട് വിനയത്തോടുകൂടി ചോദിക്കുകയാണ്. മക്ക ഖുറൈശികൾ നബിയോട് വന്ന് 6 ഡിമാൻഡ് വെച്ചു. അത് 5 ഞാനിപ്പോ പറയുവാൻ സമയമില്ല. 6ാമത്തത് ഔ തർക്കാഭിസമായി വലൻ നൂമിനല്ലു റുക്കയ്ക്ക് അത്താ തുനസിൽ അലീന കിതാബ് നക്കറോ ഓ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതൊക്കെ നിന്നോട് ചോദിച്ച ഇക്കാര്യം ഒന്നും ചെയ്യാൻ വയ്യാങ്കിൽ നീ ആകാശത്തിലേക്കൊന്ന് കയറിപ്പോയി ഞങ്ങൾക്ക് വായിക്കത്തക്ക ഒരു ഗ്രന്ഥവുമായിട്ട് ഇറങ്ങി വാ, എന്നാൽ നിന്നെ ഞങ്ങൾ വിശ്വസിച്ചു കൊള്ളാം. മാന്യ സഹോദരങ്ങളെ, പ്രവാചക പ്രഭുവായ ഖാത്തമുൻ നബീനായ മുഹമ്മദ് നബി മറുപടി പറയുവാൻ പറഞ്ഞേ, കുൽ സുബ്ഹാന റബ്ബി ഹൽ കുന്തു ഇല്ലാ ബശറ റസൂലാ. ഓ നബിയെ പറയുക, എന്റെ റബ്ബ് പരിശുദ്ധനാണ്, അവനൊരു നിയമമുണ്ട്. മനുഷ്യൻ അവന് നൽകിയിരിക്കുന്ന നിയമങ്ങളെല്ലാം ഖുർആനിൽ പറഞ്ഞു. മനുഷ്യൻ എന്നുള്ള നിലയിൽ ഞാനൊരു മനുഷ്യനായ റസൂലാണ്. എനിക്ക് ആകാശത്ത് കയറിപ്പോകാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ നിയമത്തിന് എതിരാണ്.
ഹൽ കുന്തില്ല ബസർ റസൂല, ഞാനൊരു മനുഷ്യനായ റസൂലല്ലാതെ അല്ല എന്ന് 17-ാം സൂറ 93-ാമത്തെ ആയത്തിൽ നിങ്ങൾ പഠിക്കുമ്പോൾ മനുഷ്യനായ ഈസാ നബി അലൈഹി സ്വലാം ആകാശത്ത് പോയെന്നും 2000 കൊല്ലം ആകാശത്ത് ഇരിക്കുന്നു എന്നും പറയുകയാണെങ്കിൽ 21-ാം സൂറ 34-ാമത്തെ ആയത്ത് അള്ളാഹുവിന് വേണ്ടി നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. നബിയെ സംബോധന ചെയ്തുകൊണ്ട് അള്ള പറയുകയാണ്, വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലിക്കൽ ഖുൽദ അഫഇൻ മിത്ത ഫഹുമുൽ ഖാലിദൂൻ ബയ്യനല്ലാഹു അസ്സ വജൽ. ഓ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിനക്ക് മുമ്പ് നാം ഒരു മനുഷ്യനും ചിരകാലായുസ്, അസാധാരണമായ അതിദീർഘമായ ആയുസ് നൽകിയിട്ടില്ല. അതെ, ഖുൽദിന്റെ അർത്ഥം ഞാൻ പറയാം. അതായത് അസാധാരണമായ ദീർഘായുസിനാണ് ഖുൽദ് എന്ന് പറയുന്നത്. അതിന് തെളിവ് ഞാൻ പറയാം. അപ്പോൾ അള്ളാഹു പറയുന്നു, നിനക്ക് മുമ്പ് നാം ഒരു മനുഷ്യനും ഈ ബശരിൻ മിൻ ഖബ്ലിക്കൽ ഖുൽദ, നിനക്ക് മുമ്പ് ഒരു മനുഷ്യനും ഞാൻ ഖുൽദിനെ നൽകിയിട്ടില്ല. അതായത് അസാധാരണമായ ദീർഘമായ ആയുസ് നൽകിയിട്ടില്ല. എന്നിരിക്കെ നീ മരിച്ചാൽ അവർ അങ്ങനെ ഇരിക്കുമോ? അള്ളാഹിന്റെ ചോദ്യമാണ്. കാരണം ഓ എന്റെ ഹബീബായ മുഹമ്മദ് നബിയെ, താങ്കൾ ഞാൻ സൃഷ്ടിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ ബ്രഹ്മാണ്ഡ ഘടകത്തെ ഞാൻ സൃഷ്ടിക്കയില്ലായിരുന്നു. സർവലോക കാരണഭൂതരായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ മുമ്പ് നാം വാഴ് കേട്ടിട്ടില്ലേ? അക്കാലത്തെല്ലാം വാഴിന്റെ തലവാചകമായിട്ട് പറയുന്നത് തന്നെ ഇപ്രകാരമാണ്, സർവലോക കാരണഭൂതരായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന്. അപ്പൊ ഈ സർവലോകത്തെയും സൃഷ്ടിക്കുവാൻ കാരണഭൂതനായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അപയിമ്മിത്ത ബഹുമുൽ ഖാലിദൂൻ, താങ്കളെ മരിച്ചുകൊണ്ട് താങ്കൾ മരിക്കുകയാണെങ്കിൽ അവർ അങ്ങനെ ദീർഘായുസിലിരിക്കുമോ എന്ന് അള്ളാഹു മുഹമ്മദ് നബിയോടുള്ള സ്നേഹം കൊണ്ടും കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാവരും മൗത്തിന്റെ സ്വാദ് അനുഭവിക്കേണ്ടത് തന്നെയാണ് എന്ന അള്ളാഹുവിന്റെ ഖണ്ഡിതമായ നിയമം കൊണ്ട് ഈസാ നബി അലൈഹി സ്വലാം അങ്ങനെ ദീർഘായുസിലിരിക്കയില്ലെന്നും ഈസാ നബി ആദമിനെ പോലെ മാത്രമാണെന്നും ഇന്ന മകല ഈസ എന്തല്ലായിക്ക മകലി ആദമ 3-ാം സൂറ 60-ാമത്തെ ആയത്തിൽ അള്ളാഹു അറിയിക്കുന്നു. അള്ളാഹുവിന്റെ അടുക്കൽ ഈസായുടെ സ്ഥിതി ആദമിന്റെ സ്ഥിതി പോലെ തന്നെയാണ്. ആദം മരിച്ചുപോയി, ആദം മനുഷ്യനാണ്, ആദം നബിയാണ്. ഇതുപോലെ ഈസാ നബി നബിയാണ്, ഈസാ നബി മനുഷ്യനാണ്, ഈസാ നബി മരിച്ചുപോയി. വീണ്ടും പറയുന്നു, മറ്റു മനുഷ്യരെ പോലെ, പ്രത്യേകിച്ച് ആദമിനെ പോലെ തന്നെ ഈസാ നബി അലൈഹി സ്വലാം മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് മർത്യതരമായ പ്രത്യേകതകളൊന്നും ഉണ്ടായിരുന്നില്ല. ആദമിനെ പോലെ ജീവിച്ചു മരിച്ചു. ഈസാ നബി അലൈഹി സ്വലാം താൻ തന്നെ പറയുന്നു, വൗസാനി വിസ്വലാത്ത് വസ്സക്കാത്ത് മാതും ഹയ്യ വസ്സലാം അലയ്യ യൗമ ഉലിത്തു വയൗമ അമൂത്തു വയൗമ ഉബഅസു ഹയ്യ ബയ്യനല്ലാഹു അസ്സ വജൽ. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും നമസ്കരിക്കുവാനും സക്കാത്ത് കൊടുക്കുവാനും അള്ളാഹു എനിക്ക് താക്കീത് നൽകിയിരിക്കുന്നു. ഞാൻ ജനിച്ച ദിവസവും ഞാൻ മരിക്കുന്ന ദിവസവും പുനരുദ്ധാനം ചെയ്യപ്പെടുന്ന ദിവസവും എന്റെ മേൽ അള്ളാഹുവിന്റെ സമാധാനമുണ്ട്. ആകാശത്ത് പോയിരിക്കുന്ന ഒരു കാര്യം ഈസാ നബി പറഞ്ഞില്ല. യഹ്യാ നബി അലൈഹി സ്വലാമിനെ പറ്റി പറഞ്ഞതുപോലെ തന്നെ ഈസാ നബി ജനിച്ച ദിവസവും മരിച്ച ദിവസവും പുനരുദ്ധാനം മനുഷ്യരിലേക്ക് എഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസവുമാണ്. ഇതുപോലെ യഹ്യാ നബി അലൈഹി സ്വലാമിനെ പറ്റി അതേ സൂറയിൽ തന്നെ പറയുന്നു, വസ്സലാമുൻ അലൈഹി യൗമ ഉലിദ വയൗമ യമൂതു വയൗമ യുബഅസു ഹയ്യാ. യഹ്യാ നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് അല്ലാഹു തആല തന്നെ പറയുകയാണ് ഇപ്രകാരം, അദ്ദേഹം ജനിച്ച ദിവസവും മരണ ദിവസവും പുനരുദ്ധാനം ചെയ്യപ്പെടുന്ന ദിവസവും അദ്ദേഹത്തിന് സമാധാനം. ഈ 3 അവസ്ഥയാണ് ഈസാ നബി അലൈഹി സ്വലാമിനുമുള്ളത്. അതായത് ജനിക്കുക, മരിക്കുക, പുനരുദ്ധാനം എഴുന്നേൽപ്പിക്കപ്പെടുക. മാന്യ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലൗകാന മൂസ വഈസ ഹയ്യൈനി ലമാ വസഅഹുമാ ഇല്ലത്തിബായി. മൂസായും ഈസായും ജീവിച്ചിരുന്നുവെങ്കിൽ അവർ രണ്ടും എന്നെ തുടരാതിരിക്കാൻ സാധ്യമല്ല. അന സയ്യിദുൽ ആദം വലാ ഫഖറ. ഞാൻ മനുഷ്യകുലത്തിന്റെ യജമാനനാണ്, അത് ദുരഭിമാനമല്ല. അള്ളാഹ് അപ്രകാരം എന്നെ ആക്കിയിരിക്കുന്നു. മൂസാ നബി ജീവിച്ചിരുന്നാൽ അദ്ദേഹം എന്നെ തുടരും. അപ്രകാരം തന്നെ ഈസാ നബി ജീവിച്ചിരുന്നാലും എന്നെ തുടരാതിരിക്കാൻ സാധ്യമല്ല. ഇനി ഈസാ നബി അലൈഹി സ്വലാമിനെ പറ്റി പ്രത്യേകം പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്, ഈസാ ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം എന്നെ തുടരുക തന്നെ ചെയ്യുമായിരുന്നു. ഫിഖ്ഹുൽ അക്ബർ എന്ന കിതാബിൽ ഈസാ നബിയെ പറ്റി മാത്രം പറഞ്ഞിരിക്കുന്നു.